അനുഗ്രഹിക്കപ്പെട്ട നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട വൈകിയ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസി ബീന സിസ്റ്റർ, അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ വർഷിപ്പ് ചെയ്ത കർത്താവിന്റെ ദാസൻ, ദൈവദാസന്മാര്, കടന്നു വന്ന ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ ഒരു പുതിയ മാസത്തിന്റെ ആരംഭ ദിവസത്തിലാണല്ലോ ഒരുമിച്ചായിരിക്കുന്നത്. സാധാരണ എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ മധ്യത്തിന്റെ രാവിലെ വന്നാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. എന്നാൽ ഇന്ന് വൈകിട്ട് അല്പസമയം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന്. അത് കഴിഞ്ഞിട്ടൊരു മീറ്റിങ്ങിന് പോകണമെങ്കിലും ഇന്ന് വൈകിട്ട് നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താനുദാസി ബീന സിസ്റ്റർ പറഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇന്ന് രാവിലെ ദൈവം സംസാരിച്ച അതേ വചനം ആണ് എന്നോടും ദൈവം ഇടപെട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ഏകദേശം മനസ്സിലാകുന്നത്. നിങ്ങളോടുള്ള ബന്ധത്തിൽ സ്തോത്രം. ഇന്ന് ദൈവാത്മാവ്, ഞാൻ ഇന്നലെ വൈകുന്നേരം സ്തോത്രം ഇങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഞാൻ എല്ലാ മാസത്തിന്റെ അവസാന ദിനങ്ങളിലും പ്രാർത്ഥിക്കും ദൈവത്തോട്. അല്ലെങ്കിൽ അതിനു മുമ്പേ ദൈവാത്മാവ് എനിക്കൊരു ആലോചന വരും. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അതിനോടുള്ള ബന്ധത്തിലൊന്ന് പറയാം. ഞാൻ ഒരിക്കലും ഒരു മീറ്റിങ്ങിന് ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തൊരു മെസ്സേജ് എടുക്കാറില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മ എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ ആഴത്തിൽ നിന്നായിരിക്കും സ്തോത്രം ഓരോ മീറ്റിങ്ങിൽ ചെന്ന് ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ ആ ജനത്തെ വിവേചിച്ച് അസാധാരണമായ റിലങ്ങളിലേക്ക് പിന്നെ പരിശുദ്ധാത്മ കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. സ്തോത്രം. അപ്പോൾ ഒരു മെസ്സേജ് എടുക്കണമെന്നും പറഞ്ഞിട്ട് രണ്ട് വചനം എടുത്തിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പരിശുദ്ധാത്മാവ് എന്നോട്, ഞാൻ അഭിഷേകം പ്രാപിച്ച സമയം മുതൽ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. നീ ഒരിടത്തും നിന്റെ മെസ്സേജ് പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല, എന്റെ ആലോചനകളെ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. ഇത്രയും വർഷമായിട്ട് ദൈവാത്മാവ് അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. സ്തോത്രം. ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിനകത്തിരുന്ന് അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ നേരിട്ട് ദൈവത്തിൽ നിന്ന് ചിലത് പകർന്ന് തന്നതിന്റെ ചില ക്വാളിറ്റി കൂടി ദൈവാത്മാവ് സ്തോത്രം എന്റെ മേൽ പകർന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒത്തിരി മേഖലകളിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ഒത്തിരി വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എപ്പോഴും ദൈവവുമായിട്ടൊരു ഡയറക്റ്റ് എൻകൗണ്ടറിന് വേണ്ടി എപ്പോഴും ആഗ്രഹിക്കും. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കണം, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം. ആർക്കും നിങ്ങളുടെ മേൽ പകർന്നു തരാൻ പറ്റാത്തത് ചിലത് ദൈവം നിങ്ങളുടെ മേൽ പകർന്നു തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇന്നലെ വൈകുന്നേരം ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ദിവസം കഴിയാൻ പോവുകയാണ്, ഇനി ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നിനക്ക് എന്നോട് സംസാരിക്കാനുള്ള ദൈവശബ്ദം നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിൽ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട. ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ എടുത്ത് നോക്കി നാളത്തേക്ക് ഏതാ തപ്പിക്കൊണ്ടിരിക്കുകയല്ല. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവെ, ഏതാണ് ഈ ദിവസം തീരാൻ പോകുക? നീ എല്ലാ മാസങ്ങളിലും എന്നോട് സംസാരിക്കാറുണ്ട്, ഏതാണ് കർത്താവെ എന്ന് പറഞ്ഞ് ദൈവത്തോട് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് ഒരു വചനത്തെ റിലീസ് ചെയ്ത്, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ അസാധാരണമായ ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കുക. പെട്ടെന്ന് ഒരു വചനത്തെ എന്റെ ഹൃദയത്തിലേക്ക് റിലീസ് ചെയ്തു. സ്തോത്രം. ആ വചനം വായിച്ചിട്ട് നമ്മൾ ചില മേഖലകളിലേക്ക് ഒന്ന് കടക്കാൻ പോവുകയാണ്. അതിന്റെ ആധാരമായി 46-ാം സങ്കീർത്തനം. ഞാൻ പറഞ്ഞ ആ വചനം എന്നോട് ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നാണ് പോയി നോക്കിയത് എവിടെ ആ വചനം കിടക്കുന്നതെന്ന്. 46-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം. 46-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ ഭൂമിയുടെ അറ്റങ്ങൾ വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു, അവൻ വില്ലൊടിച്ച് കുന്തങ്ങളെ മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. അടുത്തൊരു വാക്യം കൂടെ ഞാൻ പറയാം: മിണ്ടാതെയിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇന്ന് എന്നോട് കർത്താവ് ശക്തമായിട്ട് പറഞ്ഞൊരു പദം ഞാൻ പറയാം. ഹല്ലേലൂയ. നിന്റെ ലൈഫിനകത്തിൽ കഴിഞ്ഞ നാളുകളിൽ ശത്രു അനുവദിച്ചു കൊണ്ടിരിക്കുന്ന ചില യുദ്ധങ്ങളെ ദൈവാത്മാവ് ഈ പുതിയ മാസത്തിൽ അറസ്റ്റ് ചെയ്ത് നിർത്തിക്കളയാൻ പോകുക. ദൈവം നിർത്തൽ ചെയ്യാൻ പോകുക. ഇന്ന് രാത്രി വിശ്വസിച്ചു. ഹല്ലേലൂയ. നിനക്കെതിരെ അവൻ വാളിന് മൂർച്ച കൂട്ടുന്നത് പോലെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന മേഖല. കഴിഞ്ഞ മാസങ്ങൾ നിനക്കെതിരെ ഒത്തിരി യുദ്ധങ്ങൾ കയറി വന്നു, കഴിഞ്ഞ പല മാസങ്ങൾ കയറി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ഈ മാസം അവൻ പ്ലാൻ ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്റെ വാളിന് മൂർച്ച കൂട്ടും. ഹല്ലേലൂയ. ഞാൻ എന്റെ കുന്തത്തിന് മൂർച്ച കൂട്ടും. ഹല്ലേലൂയ. ഞാൻ എന്റെ രഥവുമായി പുറപ്പെടും. ഹല്ലേലൂയ. ചിലതിനെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ ഇന്ന് രാത്രി നീ ആത്മാവിൽ പറഞ്ഞു, ഹല്ലേലൂയ, ശത്രുവെ, നിന്റെ ആഗ്രഹത്തെ എന്റെ ദൈവം ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ സാധിപ്പിക്കത്തില്ല. എന്റെ യുദ്ധങ്ങളെ ഈ രാത്രി ദൈവം നിർത്തൽ ചെയ്യുക. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? നിന്റെ യുദ്ധങ്ങളെ ദൈവം നിർത്തൽ ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ രഹസ്യമായും പരസ്യമായും നിനക്ക് വിരോധമായി ഹല്ലേലൂയ ശത്രു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, അതിന്റെ ഉറവിടങ്ങൾ നിനക്കറിയത്തില്ല. പക്ഷെ ഈ രാത്രി ദൈവം പറയുന്നു, അതിന്റെ ഉറവിടങ്ങൾ കൃത്യമായി ദൈവത്തിന് അറിയാം. ആ ഉറവിടങ്ങളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തകർത്തു കളയാൻ പോകുക.
ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നോ പ്രാർത്ഥിച്ചു. നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ശത്രു നിനക്കെതിരെ രഹസ്യ അറകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ ആയുധങ്ങളുണ്ടല്ലോ, അതിനെ ഇന്ന് രാത്രികാലം എന്റെ ദൈവം നിനക്കെതിരെ അവന് പ്രയോഗിക്കാൻ കഴിയാതെ വേണം, അതിനെ എന്റെ ദൈവം നിർവീര്യമാക്കി കളയാൻ പോവുകയാണ്. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? അവൻ വാളിന് മൂർച്ച കൂട്ടും, പക്ഷെ എന്റെ ദൈവം അതിനെ ഇന്ന് രാത്രി തകർത്തുകളയും യേശുവിന്റെ നാമത്തിൽ. ഓ റിഗമന സിയാരകൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ അവൻ ചില വില്ലുകളെ ഇന്ന് രാത്രി ഓടിച്ചു കളയും, ചില കുന്തങ്ങളെ അവൻ ഇന്ന് രാത്രി മുറിച്ചു കളയും, ചില രഥങ്ങളെ ഇന്ന് രാത്രി അവൻ തീയിലിട്ട് ചുട്ടുകളയും. അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി ശത്രുവിന്റെ മുഴുവലത്തെയും ഈ രാത്രി ദൈവാത്മാവിന്റെ ആയുധങ്ങളെ ഈ രാത്രി തകർത്തു കളയുന്ന രാത്രി. ദൈവാമനോട് ശക്തമായിട്ട് നിങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അടുത്ത മണിക്കൂറുകളിൽ നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറകൾക്ക് വിരോധമായി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന, നീ വിചാരിക്കും ഹല്ലേലൂയ സ്വാഭാവികമായി കയറി വന്നത് അല്ല അല്ല അല്ല, ഈ മാസത്തിന്റെ ഓരോ ദിനങ്ങൾക്കകത്തിലും ഹല്ലേലൂയ അവൻ മണിക്കൂറുകളും സമയങ്ങളും നാഴിക വിനാഴികകൾ വെച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന അനർത്ഥങ്ങളെയും അപകടങ്ങളെയും പ്രതിസന്ധികളെയും ഈ രാത്രി കലയൂബ് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തകർത്തു കളയുക. യെസ്. ഓ റിഗമന ഷുഡിയാരകൾ കെട്ടിയ ഈ രാത്രി വിശ്വസിച്ചു. നീ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വിരോധമായി പ്ലാൻ ചെയ്തിരിക്കുന്ന ശത്രുവിന്റെ ആയുധങ്ങളെ ഹല്ലേലൂയ അവനെ നിരായുധീകരിക്കാൻ പോകുക, അവനെ നിരായുധീകരിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. അവന്റെ കോട്ടയ്ക്കകത്തിൽ തന്നെ നിരായുധീകരിക്കപ്പെടാൻ പോകുക. അവന്റെ കയ്യിൽ നിനക്കെതിരെ ഇനി എടുക്കുവാൻ ഒരായുധങ്ങളും ഇല്ലാതെ വേണം യേശുവിന്റെ നാമത്തിൽ. ഈ രാത്രികാലം അവൻ ആയുധങ്ങളെ ഉറാമാന ഷുഡിവരം നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം ഈ മാസം നടക്കത്തില്ല. ഈ മാസം എന്നല്ല, ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ നടക്കത്തില്ല. നീ ചില സ്വസ്ഥത അനുഭവിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഓ റീബാന ഷബാര ദീബര ഏഡാഗന സിയാരകൾ കെട്ടി റീബച്ചുടിയ റാവൽ പൗഡക ദീബര. നാളുകളായി യുദ്ധങ്ങൾ സഹിച്ചു മടുത്ത പലരും ഇതിനകത്തുണ്ട്. നാളുകളായി പല നിലവാർത്തുള്ള യുദ്ധങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സഹിച്ചു മടുത്തവര് മാനസിക സമ്മർദ്ദങ്ങൾ സഹിച്ചു മടുത്തവര് ഹല്ലേലൂയ സ്തോത്രം. പലരുടെ വാക്കുകൾ സഹിച്ചു മടുത്തവർ ഹല്ലേലൂയ, പല പ്രതിസന്ധികൾ സഹിച്ചു മടുത്തവർ ഇന്ന് രാത്രിയിനകത്തുണ്ട്. ഈ രാത്രി ദൈവത്തിനെ നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. നിനക്കതിന് റൂട്ടുകൾ അറിയത്തില്ല, പക്ഷേ പല രഹസ്യാറകൾക്കകത്തിലിരുന്നു നിനക്കെതിരെ ശത്രു തൊടുത്തുവിട്ട ആയുധത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നീ അനുഭവിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രിക്കാലം ആ ആയുധങ്ങളെ മുഴുവൻ സ്വർഗം നിരായുധീകരിക്കാൻ പോവുക. ഓ റഖബല സീബ റവ തീബ റവ ശവനമത്തല വേടി പ്രവിട കെട്ട താര തീവരവടെ. ഇപ്പോൾ നീ ഇവിടെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ എന്താ ചെയ്യുന്നറിയാമോ? ഈ മാസത്തിന്റെ ഓരോ ദിനങ്ങളിലും നിന്റെ വീടിനകത്തിലേക്ക് തൊടുത്തു വിടുവാൻ തക്കണം അവൻ വെച്ചിരുന്ന ചില അമ്പുകളുണ്ടല്ലോ. ഇന്ന് രാത്രികാലം ആ അമ്പ് തൊടുക്കണമെങ്കിൽ വില്ല് വേണം. പക്ഷേ ഹല്ലേലൂയ നീ അവന്റെ ആയുധപ്പുരക്കകത്തിൽ കയറി ചെന്ന് ആ വില്ലുകളെ മുഴുവൻ ദൈവത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി നീ ഓടിച്ചു കളയ. അമ്പ് തൊടുക്കണമെങ്കിൽ വില്ല് വേണം. പക്ഷേ അല്ലെ വില്ലിനെ ഇന്ന് രാത്രി അല്ലെ നീ ഓടിച്ചു കളയും യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രികാലം ചില കുടുംബങ്ങൾ ഇന്ന് രാത്രി സ്വതന്ത്രമാകാൻ പോവുക. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിസ്സഹായതയോടെ നിൽക്കുന്ന ഒത്തിരി പേരിനകത്തുണ്ട്. നിസ്സഹായതയോടെ കർത്താവേ എന്ത് ചെയ്യണം? ഹല്ലേലൂയ എനിക്കറിയത്തില്ല പലതിന്റെ ഉറവിടങ്ങള്. കർത്താവേ ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്കകത്തില് ഞാൻ പലതും അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പലതും കേട്ടോണ്ടിരിക്കുക. ഹല്ലേലൂയ കർത്താവേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രികാലം ദൈവം പറയുന്നു, കുഞ്ഞേ നിനക്കെതിരെ ചില യുദ്ധങ്ങളെ ശത്രു ഹല്ലേലൂയ പ്രഖ്യാപിച്ച് നിനക്കെതിരെ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ രാത്രി വിശ്വസിച്ചു ആ യുദ്ധങ്ങളെ ഇന്ന് രാത്രി നിന്റെ ദൈവം നടത്താൻ പോവുക. യെസ്. ഓ റബൽ സിഖാലഗദിയ ഓ റിഗ മനസി ആരകൾ കെട്ടി റമനശ്രുടി ആരകൾ കെട്ടിയ ഓ റബൽ പൗഡക. ഇന്ന് രാത്രി കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, അരമുറുക്കി ഹല്ലേലൂയ നീ തയ്യാറായിക്കോ, അരമുറുക്കി നീ തയ്യാറായിക്കോ. യെസ്.
ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക, പെട്ടെന്ന് കർത്താവിനോട് പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. പത്രോസ് കിടന്ന, ഹല്ലേലൂയ സ്തോത്രം, അറയിൽ ഒരു വെളിച്ചം മിന്നിയതുപോലെ, നിനക്കെതിരെ നാളെയുടെ ദിനങ്ങൾ ശത്രു പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന പ്ലാനുകൾക്കകത്തില് ഇന്ന് രാത്രി മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ നിന്റെ വീടിനകത്തൊരു വെളിച്ചം പ്രകാശിക്കാൻ പോകുക. എന്തിനാണെന്നറിയോ? നാളെയുടെ ദിനങ്ങൾ നിന്റെ വീടിനകത്തിൽ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ അവൻ പ്ലാൻ ചെയ്ത് ഒരുക്കി വെച്ച, നീ ഇപ്പോൾ അതിനകത്ത് കിടക്കുകയാണ്. പക്ഷെ ഇന്ന് രാത്രിക്കാലം അറയിൽ ഒരു വെളിച്ചം മിന്നിയതുപോലെ ഈ മീറ്റിംഗിന്റെ അല്ലെങ്കിൽ 1-ാം തീയതി, ഹല്ലേലൂയ, വൈകിയ സമയം ദൈവാത്മാ പറയുന്നു, നിന്റെ അറയിൽ ഒരു വെളിച്ചം മിന്നുക. എന്തിനാണെന്നറിയാമോ? ശത്രുവിനെ പരാജയപ്പെടുത്തി നിനക്ക് പുറത്തു വരാൻ പറ്റാത്ത മേഖലയിൽ ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരാൻ പോകും. യെസ്, സ്വോത്രം 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 സ്വോത്രം. എവിടൊക്കെയോ ഹല്ലേലൂയ അടയപ്പെട്ട് കിടക്കുന്ന 1-ാം കാവൽ, 2-ാം കാവൽ, 3-ാം കാവൽ അടച്ചുറപ്പാക്കി വെച്ചിരിക്കുന്ന കാവൽ കൂട്ടത്തിനകത്തിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകും. യെസ്, വിശ്വസിക്കാൻ പറ്റുന്നവർ ഇന്ന് രാത്രി വിശ്വസിച്ചു. റബാല ഖട്ടിമാന ഷുട്ടിമാന സാബാൽ പൗഡ പ്രവടാഗക്ഷ താരപ്രവട കൽക്കട്ടിയ റീബത്താന സ്തീബരാവട വെൽപ്പെട്ടി പ്രവടഗക്ഷുദിയ റേഖ മനസിയ രകൽക്കട്ടിയ റബഷുഡിയ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ ഒരു ദൂത് കൈമാറാം. ഹല്ലേലൂയ. പത്രോസിനെ പൂട്ടിയിട്ട കാരാഗ്രഹത്തിന്റെ പൂട്ട്, സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ബീന സിസ്റ്ററെ അകത്തൂന്നാണെങ്കിൽ പുള്ളിക്ക് തുറക്കാമായിരുന്നു. പക്ഷേ അകത്തിട്ടിട്ട് പുറത്തൂന്നാ പൂട്ടിയിടിയിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നിന്നെ പലതിനെ അകത്തിട്ടിട്ട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക. നീ ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റി നടന്ന് ഭാരപ്പെടുക. ഇന്ന് രാത്രി പുറത്തുനിന്ന് പൂട്ടിയതിനകത്തില് ആരും നിന്നെ സഹായിപ്പാനില്ല. കാര്യം അവിടെ നിൽക്കുന്ന ശക്തി ഹല്ലേലൂയ ബലമുള്ളതാ. പക്ഷെ ഇന്ന് രാത്രി മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ അതിനേക്കാൾ ബലമുള്ള ഹല്ലേലൂയ ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവരാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി അതിനേക്കാൾ ബലമുള്ള ദൈവത്തിന്റെ ദൂതന്മാർ ഈ രാത്രി വിശ്വസിച്ചോ? ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് രാത്രി കാലം നിന്നെ അകത്ത് പൂട്ടിയിട്ടിരിക്കുമ്പോൾ അല്ലെ പുറത്തുനിന്ന് ദൂതൻ ഓരോന്നായി തുറന്ന് അകത്തേക്ക് കയറി നിനക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്ത വാതിലുകളെ ദൂതന്മാർ ഇന്ന് രാത്രി ഇറങ്ങി തുറന്ന് ഹല്ലേലൂയ തിരുവചനം പറഞ്ഞിരിക്കുന്നത് പോലെ ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും ഈ രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? നിന്റെ ലൈഫിനെ നോക്കി ചിലത് പ്രതീക്ഷ വെച്ചോണ്ട് കാത്തിരിക്കുക ശത്രു, കേട്ടോ. ഇന്ന് രാത്രി ആ ബെനഡിക്ട് മാത്യു അച്ഛൻ വിശ്വസിച്ചോ? ശത്രു പ്രതീക്ഷിച്ചോണ്ടിരിക്കുക, കേട്ടോ. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പരിശുദ്ധ ശക്തമായിട്ടുള്ളത്. ശത്രു ചിലത് അടുത്ത ദിവസങ്ങളിൽ പ്ലാൻ ചെയ്ത് പ്രതീക്ഷിച്ചോണ്ടിരിക്കുക, കേട്ടോ. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാ പറയുക, ഹല്ലേലൂയ, നിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കി, ഇന്നത്തെ സാഹചര്യം നോക്കി, നീ കിടക്കുന്ന കിടപ്പ് നോക്കി ശത്രു പ്ലാൻ ചെയ്യുക പലതും. പക്ഷെ ഈ രാത്രി ദൈവാത്മാ പറയുന്നു, ആത്മാവിൽ ആ കയറുകളെ പൊട്ടിച്ചു. ഇന്ന് രാത്രികാല ശത്രുവിന്റെ പ്ലാനുകളെ മുഴുവൻ തകർത്തു കളയാൻ പോകുക ദൈവാത്മാവ്. ഹല്ലേലൂയ. ശത്രുവിന്റെ പ്ലാനിനെ ഒരു തീ അഭിഷേകം ഇന്ന് രാത്രിനകത്ത് വെളിപ്പെടട്ടെ. ഒരു തീ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങി ഇന്ന് രാത്രികാലം ചിലതിനെ തകർത്തു കളയാൻ ഉടച്ചു കളയാൻ പോകുക ഇന്ന് രാത്രി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹേരോദാവ് കാര്യം ചെയ്യുന്നെങ്കിലും ഹേരോദാവിന്റെ പിൻപിൽ ഒരു കൂട്ടം നിപ്പുണ്ട്, കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഇന്നലെ വൈകിട്ട് ദൈവാത്മാവോട് ശക്തമായിട്ട് പറഞ്ഞൊരു പദമുണ്ട്, കുഞ്ഞേ, ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ പലതും ചിരിച്ചു കാണിച്ച്, ഹല്ലേലൂയ, ചിരിച്ചു കളിച്ച്, മുൻപല്ല് കൊണ്ട് ചിരിച്ചു കാണിച്ച്, ഹല്ലേലൂയ, ഹൃദയം കൊണ്ട് നിനക്കെതിരെ പദ്ധതികൾ പ്ലാൻ ചെയ്യുമ്പോൾ ഹല്ലേലൂയ നീ ചിലതിനകത്തിൽ അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന കുടുക്കുകൾക്കകത്തിൽ, കെണികൾക്കകത്തിൽ വീഴണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ രാത്രി ദൈവാത്മാ പറയുക, ഹല്ലേലൂയ, അവന്റെ സകല പ്രതീക്ഷയും ഈ രാത്രി ദൈവം പൊളിക്കാൻ പോവുക. ഈ രാത്രി വിശ്വസിക്കാൻ പറ്റുക വിശ്വസിച്ചോ? മുൻപിൽ നീ നോക്കുമ്പോ കാണുന്നത് ഹേരോദാവാ. പക്ഷെ ഹേരോദാവിന്റെ പിൻപിൽ ഒരു കൂട്ടം നിപ്പുണ്ട്, കേട്ടോ. പ്ലാൻ ചെയ്തോണ്ട് നീ ഇന്ന് നോക്കുമ്പോ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു രോഗമാ. രോഗത്തിന്റെ പിൻപിൽ ഒരു വിഷയമുണ്ട്, കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. നീ ഇന്ന് മുമ്പിൽ നോക്കുമ്പോൾ കാണുന്നത് പലതുവാ. പക്ഷേ ഹല്ലേലൂയ അതിന്റെ പിൻപിൽ നിൽക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഇന്ന് രാത്രി അവന്റെ മുഴുവൻ പ്രതീക്ഷയും ദൈവം തകർക്കാൻ പോകുക. അവന്റെ മുഴുവൻ പ്രതീക്ഷകളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി വിശ്വസിച്ചോ? അതിന്റെ പ്രതീക്ഷയെ
ശബരബരബതി ഖനാസിയ അരകൾ കെട്ടി പ്രബാൽ കെട്ടിയ റീഗമനസിയ രകൽ കെട്ടി റീബക്ഷുടിയ നഗൽ കെട്ടിയ റബസ്തിയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാന് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകാനും നമുക്ക് മനസ്സിലാകാനും ദൈവാത്മാവിനെ കാണിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ നമ്മുടെ വീട്ടിലൊക്കെ ഈ എലിക്കണികൾ വെക്കും, എലിക്കണി. സ്തോത്രം. അതിനകത്ത് നല്ല എലിക്ക് ഇഷ്ടമുള്ള കപ്പയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനം തേങ്ങാപ്പൂളോ ഒക്കെ വെച്ച് ഇങ്ങനെ തുറന്നു വെക്കും. എലി ഇതിനകത്തിലേക്ക് വന്ന് കയറി ഇതിനെ കയറി പിടിച്ചു കഴിയുമ്പോൾ ലോക്കായി പോകും. ലോക്ക് എവിടുന്ന വീഴുന്നതെന്നറിയോ? പുറത്തുനിന്നാ ലോക്ക് വീഴുന്നത്. സ്തോത്രം. എലി എത്ര പുറത്തോട്ട് തള്ളിയാലും സ്തോത്രം ഇനി പുറത്തു പോകാൻ പറ്റത്തില്ല. സ്തോത്രം. അല്ലേ? കാര്യം ലോക്ക് വീണിരിക്കുന്ന പുറത്താ. ലോക്ക് പുറത്ത് വീണ് കഴിഞ്ഞാൽ അടുത്ത് എന്താ സംഭവിക്കുന്നറിയാം? ഈ ലോക്ക് വെച്ചവന്റെ ഉദ്ദേശം പിന്നെ എലിയുടെ മേൽ സംഭവിക്കത്തുള്ളൂ. എത്ര പേർക്ക് ദൂതിന്റെ ആഴം പിടി കിട്ടി? സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ദൂത് കൈമാറിയ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് കെണി പൊട്ടി പുറത്തു വരുന്നത് പോലെ ഇന്ന് രാത്രികാലം ചിലത് കെണി പൊട്ടി പുറത്തു വരാൻ പോകും കേട്ടോ. യേശുവിന്റെ നാമത്തില് ഈ 5-ാം മാസം ചിലത് കെണി പൊട്ടി യേശുവിന്റെ നാമത്തിൽ പുറത്തു വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ചില കെണികൾ നിന്റെ വീടിന് വിരോധമായി, നിന്റെ തലമുറകൾക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി വെച്ച ചില കെണികൾ ഇന്ന് രാത്രി ദൈവം നിർവീര്യമാക്കി അത് പൊട്ടിച്ച് നിന്നെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സ്വർഗം പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. യെസ്. Rabal Podaga, Rabal Pedaga, Riba, Shudamana, Raval Podagadia, Rebel Podaga, Diva, Shudiaragal Katia, oh, Rival Podaga, Rival Podaga, Diva, Aragal Katia, oh, Ribana Siaragal Katia, Riba Shudia, Jesse Rini, Halele, Sustranian Kalchaganagia, Ni Valaram Nalagai, Halele Katan, the Chutitirina the Bore, Tirina Ranifo, Pashe Abiragatil in the Ratri, Nibolum Pradeshikade, Urdaramundaki, Uriundaki, Adin Agatin, Isia, didn't very conduit in the Bore, Halelia, Munbil. വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുക. നീ അതിനകത്ത് കിടന്ന് നട്ടം തിരിയുക. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു അതിനകത്തിന്ന് ഒരു വഴി ഉണ്ടാക്കി ദൈവം പുറത്തു കൊണ്ടുവരുന്നത് പോലെ ഇന്ന് രാത്രി നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ചില വഴികൾ ദൈവം ഉണ്ടാക്കാൻ പോകുക കേട്ടോ. ഈ രാത്രി ഞാൻ ഈ മീറ്റിംഗിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മ പറയുന്നു ചില വഴികൾ ചിലതിനു വേണ്ടി ദൈവം ഉണ്ടാക്കാൻ പോകുന്നു. സ്തോത്രം 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 സ്തോത്രം. വഴിയില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിലതിനു വേണ്ടി ദൈവാത്മാവ് ഈ രാത്രി പുതിയ ചില വഴികൾ ദൈവം ക്രിയേറ്റ് ചെയ്യുന്നു. കെട്ടി പ്രഭാനകൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ഞാന് ഹല്ലേലൂയ സ്തോത്രം. പിന്നെ സിസ്റ്റർ മറ നീക്കുക എന്നുള്ളൊരു പദം പറഞ്ഞു. ഞാൻ രാവിലെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവാത്മാവിനോട് ഭയങ്കര ശക്തമായിട്ടൊരു പദം പറഞ്ഞൊരു പദമുണ്ട്. സ്തോത്രം. ഈ യോസഫിനെ കാരാഗ്രഹത്തിനകത്തിട്ട് ചെയ്യാത്ത തെറ്റിനാണ് യോസഫ് പലയിടത്തും അകപ്പെട്ട് കിടക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നീ യുദ്ധങ്ങളെ ദൈവം നിർത്തൽ ചെയ്യാൻ പോകും കേട്ടോ. സ്തോത്രം. അല്ലല്ലേ? നിങ്ങൾ അത് മറക്കരുത്. യുദ്ധങ്ങളെ ദൈവം നിർത്തൽ ചെയ്യാൻ പോവുക. സ്തോത്രം. ഈ നമ്മുടെ മേൽ വാഗ്ദത്തം കിടപ്പുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അടുത്ത ഞാൻ പറയാൻ പോകുന്ന പദം, ഈ വാഗ്ദത്തം ചെയ്ത പൊസിഷൻസ് ഉണ്ട്. ദൈവം നമ്മുടെ മേൽ ചെയ്ത വാഗ്ദത്തത്തിന്റെ പൊസിഷൻ ഉണ്ട്. യോസഫിനോട് ദൈവം പറഞ്ഞു സ്വപ്നങ്ങൾ കാണിച്ചപ്പോൾ അതിനകത്തൊരു പൊസിഷൻ ഉണ്ടായിരുന്നു. ആ പൊസിഷനെതിരെയാണ് ഫൈറ്റിംഗ് മുഴുവൻ വരുന്നത്. പക്ഷെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അവൻ ഒരു തെറ്റും ചെയ്തില്ല. എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ സോദരൻ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, എന്തുകൊണ്ട് സംഭവിക്കും? ഇന്ന് രാത്രി ദൈവം നിങ്ങളോടൊരു ദൈവശബ്ദം കൈമാറുക. നീ ഒരു തെറ്റും ചെയ്തില്ല, പക്ഷേ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പൊസിഷനെതിരെ ഫൈറ്റിംഗ് വരികയാ. സ്തോത്രം. നിനക്കെതിരെ നീ ചില പൊസിഷനുകൾ എത്തപ്പെടണം. പക്ഷേ ആ പൊസിഷനിൽ നീ എത്തപ്പെടാതെ വിടാം. നിനക്കെതിരെ വരുന്ന ഫൈറ്റിങ്ങുകളെ ഇന്ന് രാത്രിക്കാലം ദൈവം നിർത്തൽ ചെയ്യാൻ പോകുക. ഈ രാത്രി വിശ്വസിച്ചോ? ഈ മെയ് മാസത്തിൽ ദൈവമോട് രാവിലെ ശക്തമായിട്ട് പറഞ്ഞൊരു പദം പറയാ. അല്ലല്ലേ? നാളുകളായി നീ യുദ്ധങ്ങളിൽ കൂടെ കയറിപ്പോയിക്കൊണ്ടിരിക്കുക. നീ ചില പൊസിഷനുകൾ എത്തേണ്ടതാ, പക്ഷെ അവിടെ എത്തിക്കാതെ വേണം. നീ യാതൊരു തെറ്റും ചെയ്തിട്ടല്ല, ചില യുദ്ധങ്ങളിൽ കൂടെ നീ കയറിപ്പോയിക്കൊണ്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു നിന്നെ അതിനകത്ത് ദൈവം വെളിയിൽ കൊണ്ടുവരാൻ പോവുക. ഓ രാമ നസി ഹംദല ജാദ പ്രൗഢ ഗക്ഷ താര
സ്തോത്രം. റീമ ലഗൽ കെട്ടി പ്രവിട ഗനാശുടിയ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിനകത്തിലേക്ക് ഇട്ടു. ഹല്ലേലൂയ. വല്ല തെറ്റും ചെയ്തിട്ടാണോ? അല്ല, അല്ല, അല്ല. അവന്റെ മേൽ കിടക്കുന്ന ദർശനത്തെ അവസാനിപ്പിക്കണം. അവൻ ആ പൊസിഷനിൽ എത്തരുത്. നിങ്ങൾക്ക് പദം പിടികിട്ടുന്നുണ്ടോ? നീ ആ പൊസിഷൻ, ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്ത, ദൈവം നിന്നോട് പ്രോമിസ് ചെയ്ത ആ പൊസിഷനകത്തിലേക്ക് നീ എത്തപ്പെടരുത്. അവിടെയാണ് നിന്റെ വിടുതൽ കിടക്കുന്നത്. ഈ രാത്രി 5-ാം മാസം ദൈവം ശക്തമായിട്ട് പറയുന്നു, നിന്നോട് ദൈവം പ്രോമിസ് ചെയ്ത, വാഗ്ദത്തം ചെയ്ത പൊസിഷനുകൾ ഇന്ന് രാത്രികാലം വെളിപ്പെട്ടു വരാൻ പോകുക. അതിന്റെ മേൽ കിടക്കുന്ന യുദ്ധങ്ങളെ ഈ രാത്രി ദൈവാത്മാവ് അവസാനിപ്പിക്കാൻ പോകുക. അതിനെതിരെ നിൽക്കുന്ന ശക്തികളെ, അല്ലെങ്കിൽ അതിന്റെ ആയുധത്തെ ഈ രാത്രി ദൈവാത്മാവ് നിർവീര്യമാക്കി കളയാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ സ്തോത്രം ചെയ്തു. പല ഡെസ്റ്റിനേഷനുകൾക്കകത്തില് കുടുങ്ങിക്കിടക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ദൈവമോട് ശക്തമായിട്ട് പറയുന്നു. പല ഡെസ്റ്റിനേഷനുകൾക്കകത്തിൽ ഹല്ലേലൂയ വാഗ്ദത്തങ്ങളിലേക്കോ സ്വപ്നങ്ങളിലേക്കോ എത്താൻ പറ്റാതെ, അതിന്റെ പൂർണ്ണത പ്രാപിക്കാൻ പറ്റാതെ പലയിടത്തും കുടുങ്ങിക്കിടക്കുക, കാരണമറിയാതെ കുടുങ്ങിക്കിടക്കുക. പക്ഷെ ഈ രാത്രി ദൈവം പറയുന്നു, ഇന്ന് രാത്രി ആ യുദ്ധങ്ങളെ, നിനക്കെതിരെ ചിലർ അഴിച്ചുവിട്ട യുദ്ധങ്ങളാണത്. ഈ രാത്രികാലം ആ യുദ്ധങ്ങളെ ദൈവം ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ആത്മാവിൽ ചിലതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അറസ്റ്റ് ചെയ്തു യേശുവിന്റെ നാമത്തിൽ. ഇവിടെ എന്താ സംഭവിക്കുന്നറിയോ? ഈ മാസം നീ എത്തേണ്ട പൊസിഷനുകളിൽ നിന്നെ എത്തിക്കാതെ വാഗ്ദത്തങ്ങളെ ദൈർഘ്യം കൊടുത്ത് നീട്ടി 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 വിട്ടുകൊണ്ടിരിക്കുന്ന മേഖല യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ക്യാൻസൽ ആവാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചിലതിന്റെ ലൈഫിനകത്തിൽ വാഗ്ദത്തങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് പ്രാപിക്കാൻ കഴിയാതെ പോകുന്ന മേഖലയെ ഈ രാത്രി ദൈവം ക്യാൻസൽ ചെയ്ത് കളയാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കഴിഞ്ഞ ഏപ്രിൽ മാസം ഹല്ലേലൂയ ഞങ്ങളുടെ ഒത്തിരി സഹോദരന്മാർക്ക് ഭയങ്കര തുറവികളുടെ ദൈവം വഴികൾ തുറക്കുന്ന ഒരു മാസമായിരുന്നു. ഞാൻ അതിലൊരു അനുഭവം പറയാം. സ്തോത്രം. ഞങ്ങളുടെ ഒരു സഹോദരന് സ്തോത്രം, അദ്ദേഹം എന്നോട് പറഞ്ഞ ടെസ്റ്റിമണിയാ കേട്ടോ. സ്തോത്രം. ദൈവാത്മ പറഞ്ഞു, നിനക്ക് ഈ മാസം ചില ദൈവം തുറന്നു തരാൻ പോകുക. പലരുടെ ലൈഫിൽ ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നപ്പോ, ഞങ്ങളുടെ പല സഹോദരങ്ങളുടെ ലൈഫിൽ തുറന്നുകൊണ്ടിരുന്നപ്പോ അദ്ദേഹം ചോദിച്ചു, കർത്താവേ, എന്റെ ലൈഫിൽ സാക്ഷ്യം പറയാൻ എപ്പോഴാ തുറക്കുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കണം കേട്ടോ. എപ്പോഴാ തുറക്കുന്നത്? അവരുടെ ലൈഫിൽ തുറന്നു, ഈ വ്യക്തിയുടെ ലൈഫിൽ തുറന്നു, എന്റെ ലൈഫിൽ എപ്പോഴാ തുറക്കുന്നത് കർത്താവേ? എനിക്കൊരു ടെസ്റ്റ് മണി വേണം ഈ മാസം. അല്ലേ? എത്ര പേർ ഇന്ന് രാത്രി കൊതിക്കുന്നു, കർത്താവ് ഈ മാസം എനിക്കൊരു ടെസ്റ്റ് മണി വേണം. അല്ലേ? ഈ മാസം ഹല്ലേലൂയ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കുന്ന മാസം. എന്റെ വീടിനകത്ത് യുദ്ധവും മുറവിളിയുമല്ല, ദുഃഖവും വേദനയുമല്ല. എന്റെ വീടിനകത്തിൽ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കുന്ന ഒരു മാസമാകുമെന്ന് എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? അവരുടെ മേൽ ദൈവം അത് തുറക്കാൻ പോകുക. നീ കേൾക്കുന്നത് ഹല്ലേലൂയ ഭയപ്പെടുത്തുന്ന കോളുകളല്ല. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ടെലിഫോണിൽ വരുന്ന കോളുകൾ ഹല്ലേലൂയ ദുഃഖിപ്പിക്കുന്ന കോളുകളല്ല, ടെസ്റ്റിമണികളുടെ കോളുകൾ നിന്റെ ടെലിഫോണിനകത്ത് ദൈവം തരാൻ പോവുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ രാത്രി വിശ്വസിച്ചോണ്ട് പ്രഖ്യാപിച്ചോണം കേട്ടോ. പ്രഖ്യാപിച്ചോണം. ഹല്ലേലൂയ. പ്രഖ്യാപിച്ചോണം. സ്തോത്രം. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൂതുകളെ, ഈ മാസത്തിന്റെ ദൂതുകളെ, 4-ാം മാസത്തിന്റെ ദൂതുകളെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. സ്തോത്രം. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ മാനേജർ സ്തോത്രം അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. അദ്ദേഹം ആ മീറ്റിങ്ങിനായിട്ട് കടന്നു ചെന്നു. ആ മീറ്റിങ്ങിന് എന്താ സംഭവിച്ചെന്നറിയോ? ആ കമ്പനിയുടെ ജനറൽ മാനേജർ പൊസിഷൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഒത്തിരി അദ്ദേഹത്തെക്കാൾ യോഗ്യന്മാർ അവിടെ ഉണ്ടായിട്ടും അവർക്കൊന്നും തുറക്കാതെ, കർത്താവ് എനിക്കൊരു ടെസ്റ്റ് മണി എനിക്ക് വേണ്ടി തുറക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ദൂതിനെ വിശ്വസിച്ച് അതിനെ അല്ലെങ്കിൽ ആത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം ഭയങ്കരമായിട്ടൊരു ദൈവപ്രവൃത്തി. ഇമ്പോസിബിൾ, ഒന്നുകൂടെ പറഞ്ഞ അസാധ്യങ്ങളെ സാധ്യമാക്കുക. ഈ കഴിഞ്ഞ 4-ാം മാസത്തിൽ ഞാൻ ഒത്തിരി ടെസ്റ്റ് മണികൾ സ്തോത്രം ഞങ്ങളുടെ കൂട്ടത്തിന് ദൈവം കേൾപ്പിച്ചു. ഈ പറഞ്ഞ ദൂതുകളെയാ അവര് വിശ്വസിച്ചത്. സ്തോത്രം. ഭയങ്കര തുറവി. അദ്ദേഹം എന്നോട് പറഞ്ഞ അടുത്തൊരു കാര്യം പറയാൻ ഞാൻ ഈ വന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, 4 വർഷങ്ങൾക്ക് മുമ്പേ സ്തോത്രം ഞങ്ങളോടൊരു ദൈവാസം പറഞ്ഞു, ഒരു വിടുതലുണ്ടെന്ന്. പക്ഷേ അദ്ദേഹത്തിന്റെ റൈറ്റ് ടൈം ആയപ്പോ അദ്ദേഹത്തിന്റെ മാനേജർ ഇതേപോലെ 1-2 കാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പെട്ടെന്ന്
ഒരു അറബി അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ വരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഉടമസ്ഥൻ ഇദ്ദേഹത്തിന് ചില പൊസിഷൻസ് കൊടുക്കാൻ 1-2 ദൗത്യങ്ങൾ ഏൽപ്പിച്ചതാ. വേറൊരുത്തൻ അതിന്റെ ഇടയിൽ കയറി ഒരു വാക്ക് പറഞ്ഞു, സ്വതന്ത്രം, അത് നഷ്ടപ്പെട്ടു പോയി, തട്ടി നഷ്ടപ്പെട്ടു പോയി. എന്നോട് പറയാൻ 4 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കിട്ടേണ്ടതാ. അത് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ മാനേജർക്ക് ഇദ്ദേഹത്തോട് ഭയങ്കര ദേഷ്യമായി പോയി. 4 വർഷം വാഗ്ദത്തം അടഞ്ഞുപോയി. കഴിഞ്ഞ 4-ാം മാസം 4 വർഷം അടഞ്ഞു കിടന്ന വാഗ്ദത്തം തുറന്നു. എത്ര പേർക്ക് പിടികിട്ടി? 4 വർഷമായി അടഞ്ഞു കിടന്ന വാഗ്ദത്തം 4-ാം മാസത്തെ ദൈവം അദ്ദേഹത്തിന് തുറന്നു കൊടുത്തു. സ്തോത്രം. ഇന്ന് രാത്രി വിശ്വസിക്കുക. ഈ രാത്രി 5-ാം മാസം ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചു, ചില പൊസിഷനുകളിലേക്ക് നിന്നെ ദൈവം കൊണ്ടിരുത്താൻ പോവുകയാണ്. നിന്റെ കുടുംബത്തെ, അല്ലെങ്കിൽ നീ ഇന്ന് രാത്രി ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിച്ചു. എന്നോട് രാവിലെ ശക്തമായ ദൈവാത്മ പറഞ്ഞു, സ്തോത്രം, ചില പൊസിഷനുകൾ ദൈവം ചിലരെ കൊണ്ടിരുത്താൻ പോവുകയാണ്. ഈ രാത്രി ഞാൻ പറയാം, കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, ഹല്ലേലൂയ, സ്തോത്രം, യോസഫ് ഇപ്പോൾ ചെയ്യാത്ത തെറ്റിന് കാരാഗ്രഹത്തിൽ കിടക്കുക എന്ന് എന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുമെന്ന് അവൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. ദൈവം, ഞാൻ പറഞ്ഞല്ലോ രാവിലെ പരിശുദ്ധമായിട്ട് ശക്തമായിട്ട് പറഞ്ഞൊരു പദമാ, എപ്പോൾ എങ്ങനെ എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഹല്ലേലൂയ അവന് ഹല്ലേലൂയ ഒരു കോള് വരിക, ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു സന്ദേശം വരിക. ഹല്ലേലൂയ യോസഫിനെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടില്ല, എവിടുന്ന കുണ്ടറയിന്ന് വലിച്ചു കയറ്റാൻ ഒരു കോള് വരിക, കുണ്ടറയിന്ന് വലിച്ചു കയറ്റാൻ. കഴിഞ്ഞ ചില വർഷങ്ങളായി അവന്റെ ലൈഫിനകത്ത് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. യുദ്ധങ്ങൾ അവൻ എത്തേണ്ട പൊസിഷനുകളിൽ എത്തിക്കാതെ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ പെട്ടെന്നൊരു കോള് ഹല്ലേലൂയ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുവാൻ അവന്റെ അവസ്ഥ മാറി കേട്ടോ. ഇങ്ങനെയാ തിരുവചനം പറഞ്ഞിരിക്കുന്നത്, അവന്റെ വസ്ത്രം മാറി, അവനെ ഷേവ് ചെയ്യിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവനെ ഫറവോന്റെ കൊട്ടാരത്തിൽ എങ്ങനെയാണോ നിർത്തേണ്ടത് അതേ രീതിയിൽ ആക്കി അവനെ കൊണ്ടു നിർത്തി. ഒന്നുകൂടെ ഇന്ന് രാത്രി പറ, ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്തോ. നിന്റെ വസ്ത്രം മാറാൻ പോകുക, നിന്റെ സ്ഥിതി മാറാൻ പോകുക, നിന്റെ ശരീരഘടന മാറാൻ പോകുക. ഇന്ന് രാത്രി കാലം നീ മറ്റൊരു വ്യക്തിയായി ചില പൊസിഷനുകളിലേക്ക് ദൈവാത്മാവ് നിന്നെ കൊണ്ടിരുത്താൻ പോകുന്നു. അത് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് ഈ രാത്രി തുറന്നു വരിക. ഇതൊരു സീസൺ ആകുന്നതുകൊണ്ട് ആർക്കും അതിനെ തടയാൻ പറ്റത്തില്ല, ആർക്കും അതിനെ തടയാൻ പറ്റത്തില്ല. വിശ്വസിച്ചു. നിന്റെ മുമ്പിലുള്ള തടസ്സങ്ങളെ ഇന്ന് രാത്രി നോക്കേണ്ടത്. ഇന്ന് രാത്രി കാരാഗ്രഹത്തിൽ യോസഫ് ദൂത് പറഞ്ഞ ഹല്ലേലൂയ പാനപാത്രവാഹൻ മറന്നു. പുള്ളി വിഷമിച്ചിരിക്കുക, കർത്താവ് അവനൊക്കെ മറന്നുപോയല്ലോ. പക്ഷേ ദൈവത്തിന്റെ സമയം പൊക്കി ഹല്ലേലൂയ അവനെ തുറന്ന് പുറത്തു കൊണ്ടുവന്നു. ചുമ്മാതെ പുറത്തു കൊണ്ടുവരില്ല. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂതുണ്ടെന്ന് നിങ്ങളോട് കൈമാറാം. ഹല്ലേലൂയ. യോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു ഫറവോന്റെ കൊട്ടാരത്തില്. പക്ഷേ യോസഫ് അങ്ങോട്ട് ചോദിച്ചില്ല ഈ പൊസിഷനിങ് തന്നേക്കാൻ. കേട്ടോ, മനസ്സിലായി? എത്ര പേർക്ക് പിടികിട്ടി? നിനക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും അവിടോട്ട് വെച്ചോളാനാ പറഞ്ഞത്. പക്ഷെ ഫറവോന്റെ ഹൃദയം പറയുക, അദ്ദേഹം പറയാ, നിന്നെ അല്ലാതെ പിന്നെ ആരെയാ? നിന്നെ അല്ലാതെ പിന്നെ ആരാ? ഇത് ചിലരുടെ മേൽ ഇപ്പം വീഴാൻ പോവുക. ഇത് ചിലരുടെ മേൽ ഇപ്പം വീഴാൻ പ്രാർത്ഥിച്ചോ. ചിലരുടെ മേൽ ഇപ്പോ അത് വീഴാൻ പോവുക. വിശ്വസിച്ചോണ്ട് പ്രാർത്ഥിച്ചോ. നിനക്ക് യോഗ്യതകൾ ഇല്ലാത്തടത്ത് യോസഫിന് ഈ പൊസിഷൻ വന്നിരിക്കുക, എനിക്ക് യാതൊരു യോഗ്യതയില്ല. പക്ഷേ ഈ പൊസിഷനെ കണ്ടുകൊണ്ട് ദൈവം പണ്ട് ദൂത് പറഞ്ഞു. പക്ഷേ റിയാലിറ്റിയുടെ മുമ്പിൽ വന്നപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ ബീനസിസ്റ്റർ വിശ്വസിച്ചു. ചിലരോട് ദൈവം ശക്തമായിട്ട് ദൂത് കൈമാറിയ ചില റിയാലിറ്റിയുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ, ദൈവമേ സ്തോത്രം, ഇത് ഞാനുമായിട്ട് മാച്ചാകുമോ എന്ന് പോലും ചിന്തിച്ചുകൊണ്ട് ചിലർ നിൽക്കുക. പക്ഷെ ഇന്ന് രാത്രി നീ വിശ്വസിച്ചോ. ഹല്ലേലൂയ, നീ ചിന്തിക്കാത്ത പൊസിഷൻ നിന്റെ മേൽ വീഴാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നീ ചിന്തിക്കാത്ത പദവി ഇന്ന് രാത്രി ചിലതിന് മേൽ തുറന്ന് യേശുവിന്റെ നാമത്തിൽ ചിലതിനെ മാറ്റിയിട്ട് നിന്റെ അയോഗ്യതകൾ ദൈവത്തിന്റെ വിഷയമല്ല, വിഷയമല്ലെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവനെ വല്ല സംഭവിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കുക. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിച്ച് ഇന്ന് രാത്രി ആ ദൂതിനെ സ്വീകരിച്ചിട്ട് പറയണം, കർത്താവേ ഇത് എന്റെ മേൽ ഞാൻ സംഭവിക്കട്ടെ. നീ ഈ ദൂതിനെ മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. നിന്റെ ദൂതാക്കി എടുക്കുമ്പോൾ നിന്റെ മേലെ പൊസിഷനുകൾ ദൈവം ഒരു കിരീടം വെച്ച് തരുന്നത് പോലെ. യെസ്,
ദൈവം ഇന്ന് രാത്രി ചെയ്യുക. നിന്റെ സാഹചര്യം വിഷയമല്ല. ഇന്ന് രാത്രി നിന്റെ അവസ്ഥ ദൈവത്തിന് വിഷയമല്ല. നിന്റെ വസ്ത്രം മാറാൻ പോകുന്നു. യെസ്, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. റെജീന ജോർജ് സിസ്റ്റർ വിശ്വസിക്കുക, വസ്ത്രം മാറാൻ പോകുന്നു, സ്ഥിതി മാറാൻ പോകുന്നു. യെസ്, ഞാൻ ഈ ഓരോ ദൂതും പറയുമ്പോഴുണ്ടല്ലോ എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെ നോക്കി ചിരിക്കുന്നവരൊക്കെ ചിരിക്കട്ടെ, നിങ്ങൾ ആരെയും മൈൻഡ് ചെയ്യണ്ട. ഞങ്ങളുടെ ഒരു സഹോദരി ഒരു വലിയ ആക്സിഡന്റ് നടന്നു. ഡോക്ടേഴ്സ് രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് കാല് മുഴുവൻ ഒടിഞ്ഞ് മൊത്തം ഫ്രാക്ചറായി, നടു ഒടിഞ്ഞു, കൈ അനങ്ങത്തില്ല, കാലനങ്ങത്തില്ല. സ്തോത്രം എന്ന് പറഞ്ഞ അവരെ ഇവിടെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലവാരത്തിൽ ചിന്ന ഭിന്നമാക്കി കളഞ്ഞ ശരീരത്തെ. സ്തോത്രം. തിരുവല്ല ബിലീവേഴ്സില് ആ സഹോദരി ഡോക്ടേഴ്സ് കാണിക്കുമ്പോ കൈ ചലിക്കത്തില്ല, കാല് കുറഞ്ഞുപോയി, അസ്ഥിയൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു കാല് കുറഞ്ഞുപോയി, നീളം കുറഞ്ഞുപോയി. സ്തോത്രം. തിരുവല്ല ബിലീവേഴ്സില് സ്തോത്രം ഡോക്ടേഴ്സ് പറഞ്ഞു ഇവളെ എഴുന്നേറ്റ് നടക്കുന്ന കാര്യം ഭയങ്കര സംശയമാണ്. അവളെ സന്ദർശിക്കാൻ പോയ ഞങ്ങളുടെ സഹോദരങ്ങള് കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഹോപ്പുമില്ല, വല്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. ഞാൻ ഇത് കണ്ട് കേട്ട് വിഷമിച്ച് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധമ്മയോട് പറഞ്ഞു, നീ ആ വ്യക്തിയെ വിളിക്ക്. സ്തോത്രം. ആ സിസ്റ്ററിന്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ച്, സ്തോത്രം, ഞാൻ അദ്ദേഹത്തോട് ഫോൺ കോള് കണക്ട് ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം വിചാരിച്ച് എല്ലാവരും നെഗറ്റീവ് പറയുക. ഹല്ലേലൂയ. ഇനി പാസ്റ്ററോട് അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഒരു ആലോചന പറയാൻ വിളിച്ചതാ. സ്തോത്രം. ദൈവം അവളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കും. ദൈവോടെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് അവളെ മടക്കി കൊണ്ടുവരും. നീ വിശ്വസിച്ചു. ഡെയിലി ആംബുലൻസ് വീട്ടിൽ കയറി ഇറങ്ങി നടക്കുക. സ്തോത്രം. ഞാനൊരു സാക്ഷ്യം പറയാൻ വേണ്ടി പറയുന്നത്. സ്തോത്രം. ദൈവാത്മ പറഞ്ഞ് അവളെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് സ്തോത്രം ഈ പട്ടണത്തിൽ കൊണ്ടുവരും. നിങ്ങൾക്കറിയോ അല്ലേ, ബിസിനസ് ക്ലാസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കിടത്തിയാണ് ഈ പട്ടണത്തിൽ കൊണ്ടുവരുന്നത്. ഡോക്ടേഴ്സിന് ചോദിച്ചു ജോലിക്ക് കയറാൻ പറ്റുമോ? നോ, ഒരു ഹോപ്പും ഇല്ല. ജോലിക്ക് നിങ്ങളെന്താ മെഡിക്കൽ സയൻസ് വർക്ക് ചെയ്യുന്നവരല്ലയോ എന്നാണ് ചോദിച്ചത്. സ്തോത്രം. ഹോസ്പിറ്റലിൽ കൊടുക്കാവുന്ന സിക്ക് ലീവുകളെല്ലാം തീർന്നു, അധികം കൊടുക്കാവുന്ന എല്ലാം കൊടുത്തു, എല്ലാം തീർന്നു. ഈ പട്ടണത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സഹോദരി സ്ട്രെച്ചറിനകത്തിൽ ഏന്തി പോകുമ്പോൾ ഇനി ലീവൊന്നുമില്ല, ജോലിക്ക് കയറിയേ പറ്റത്തുള്ളൂ. നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ പോവുക, അത്രേ ഉള്ളൂ. ഏന്തി ജോലിക്ക് പോകാൻ നിൽക്കുമ്പോൾ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു, പാസ്റ്റർ ഇന്ന് ഡ്യൂട്ടിക്ക് കയറുക. ഏന്തിയാ പോകുന്നത്. സ്തോത്രം. അവിടെ ഒറ്റ തീരുമാനം ഉള്ളായിരുന്നു ആ സഹോദരിക്ക്. എന്തോന്നറിയോ? കർത്താവേ, മറ്റുള്ളവർ മുമ്പിൽ എന്നെ ഒരു നിന്നാവിഷയമാക്കരുത്. ജോലി അവരെന്നെ ടെർമിനേറ്റ് ചെയ്യുന്നു പറയാതെ, ഞാൻ 1 മാസം ചെയ്തിട്ട് എനിക്കിനി ജോലി ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് റിസൈൻ ഇട്ട് ഇറങ്ങണം. നിന്നാവിഷയമാകരുത്. ഇത് അവൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. കാര്യം അവക്ക് തന്നെ അറിയാം ഇനി ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. നിങ്ങൾക്കറിയാമോ? സ്തോത്രം. പ്രാർത്ഥിക്കാൻ അവിടെ വീടിനകത്തിൽ വന്നു നിന്ന അവൾ ഇരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവാത്മാ പറയാം, നിന്നെ കോട്ടിട്ട് അതിനകത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പോവാ. വിശ്വസിക്കാൻ പറ്റുമോ? കോട്ടിട്ട് അതിനകത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നു. എന്നോട് കഴിഞ്ഞ ദിവസം ഇതിന്റെ ക്ലൈമാക്സ് വരുമ്പോഴാണ് ഈ സാക്ഷ്യത്തിന്റെ ശക്തി മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ആ സഹോദരി എന്നോട് പറയാം, പാസ്റ്റർ എന്നാ ദൂത് പറഞ്ഞപ്പോ എന്തോ പറയണോന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാല്, സ്തോത്രം, ഈ എസ്കേലിനോട് കർത്താവ് ചോദിച്ചു ഈ അസ്ഥികൾ ജീവിക്കുമോന്ന്. എസ്കേലിന് സാഹചര്യം അറിയാം, ദൈവത്തെ അറിയാം. ഇത് രണ്ടുകൂടെ എന്നോട് എസ്കേല് എന്തോ പറയണോന്ന് അറിയാൻ വയ്യാതെ ഇരുന്നത് പോലെ ആ സഹോദരി ഇരുന്നു. അവസാനം എസ്കേൽ ഒരു വാക്ക് പറഞ്ഞു, കർത്താവ് നീ സകലതും അറിയുന്നത് എനിക്കറിയത്തില്ല. അങ്ങനെ ഇരുന്നു. പക്ഷേ നിങ്ങൾക്കറിയോ, 1 മാസം കഴിയുന്നതിന് മുമ്പേ ആ സഹോദരിക്ക് മറ്റൊരു പോസ്റ്റ് ചേഞ്ചിങ് കിട്ടി. സ്തോത്രം. ഇപ്പൊ ഏകദേശം 3 വർഷമായി ആ പോസ്റ്റിംഗ് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടി. ഇപ്പോൾ 3ാമത്തെ വർഷം ആയപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആ സഹോദരി വർക്ക് ചെയ്യുന്നത്. അവിടെ ഒത്തിരി അറബികൾ അവളുടെ ടോപ്പിൽ നിൽപ്പുണ്ട്. കഴിഞ്ഞ ദിവസം 4ാം മാസം തുറവിയുടെ മാസം എന്ന് പറഞ്ഞു. അവൾ വിശ്വസിച്ചു. അവൾ ഇരിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റിനകത്തിന് അവക്ക് വേണ്ടി സൂപ്പർവൈസർ പോസ്റ്റ് തുറന്നു. അവളോട് ഹസ്ബൻഡോട് വന്നിട്ട് എന്നോട് പറയാം, പാസ്റ്ററെ ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. സ്തോത്രം. നമ്മൾ പറഞ്ഞ ദൂത് മറക്കരുത്. ഇവക്ക് ഇതിനുള്ള കഴിവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അവളെ അറിയാം. എന്തോ മനസ്സിലാവും ഇന്ന് രാത്രി. എങ്ങനെ തുറന്നെന്ന് എനിക്കറിയത്തില്ല. അവളിപ്പോ എങ്ങനെ വർക്ക് ചെയ്യുന്നറിയോ? കോട്ടിട്ട്
നിന്റെ വസ്ത്രം മാറുമോ? കോട്ട് മേടിച്ചപ്പോൾ ആൾക്കാർ കളിയാക്കി, കോട്ട് മേടിച്ചപ്പോൾ ആൾക്കാർ കളിയാക്കി. പക്ഷേ ദൈവം വാക്ക് പറഞ്ഞാൽ വിശ്വസ്തനാണ്, വാക്കു മാറാത്തവൻ. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുക, ഇടപെടുക. നിന്നെ ചില പൊസിഷനുകൾ ഇരുത്തത്തില്ല എന്ന് പറഞ്ഞ് ശത്രു അടിച്ച് തകർത്തിട്ട സ്തോത്രം, ചില പൊസിഷനുകൾക്കകത്തിന്ന് ഇന്ന് രാത്രി ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകിയാൽ ഇന്ന് രാത്രി ചില പൊസിഷനുകൾക്കകത്തിലേക്ക് ദൈവം ചിലരെ കൊണ്ടുവന്ന്, എനിക്കറിയത്തില്ല, ദൈവം ഇങ്ങനെ പറയുന്നു, പോസ്റ്റ് ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആ ദൂത് എന്നോടാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്തു. സ്തോത്രം. ചില പൊസിഷനുകൾക്കകത്തിൽ ആര് നിനക്കെതിരെ നിന്നാലും ദൈവത്തിനൊരു വിഷയമല്ല. യോസഫേ, നിന്നെ ദൈവം എത്തിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് രാത്രി വലിച്ചു കയറ്റുക, വലിച്ചു കയറ്റുക. യേശുവിന്റെ നാമത്തിൽ ചിലതിനെ ഇന്ന് രാത്രി ദൈവമാവും വലിച്ചു കയറ്റുക. അതിനെതിരെ ഏത് സഹോദരന്മാർ യുദ്ധം ചെയ്താലും, ഏത് പൊത്തിഫറിന്റെ വീടിനകത്ത് നിന്ന് യുദ്ധം ഉണ്ടായാലും ഈ രാത്രി ദൈവം പറയുന്നു, ചിലതിനെ ദൈവം ഇന്ന് രാത്രി വലിച്ചു കയറ്റി, വലിച്ചു കയറ്റി. യെസ്, കർത്താവിനോട് അത് ആവർത്തിക്കാൻ പറയുന്നു. ചിലതിനെ ഇന്ന് രാത്രി ദൈവം വലിച്ചു കയറ്റാൻ പോവുക, വലിച്ചു കയറ്റി. വസ്ത്രം മാറ്റി, രൂപം മാറ്റി, ചിലയിടത്ത് കൊണ്ട് പോസ് ചെയ്യാൻ പോവാ. നീ വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ ഇന്ന് രാത്രി ചില മേഖല നിങ്ങൾ ഡിക്ലെയർ ചെയ്തു. ഈ ദൂതിനെ നിന്റെ തലമുറയുടെ മേൽ ഡിക്ലെയർ ചെയ്തോ, നിന്റെ ഭാവിയുടെ മേൽ ഡിക്ലെയർ ചെയ്തോ, നിന്റെ കുടുംബത്തിന് മേൽ ഡിക്ലെയർ ചെയ്തോ. ഇന്ന് രാത്രി കാലം ഈ ദൂത് സംഭവിക്കാൻ 5-ാം മാസം സംഭവിക്കാൻ പോകുക. 5-ാം മാസം ചിലരെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പോകുക ദൈവം. നീ ഇന്ന് രാത്രി കിടക്കുന്ന ഏത് പൊസിഷൻ ആണെങ്കിലും, ദൈവവചനം ഇങ്ങനെ പറയുന്നത്, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ നടുവിലിരുത്തുന്ന ദൈവം. ഈ രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചോ. അല്ലെങ്കിൽ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്ന ദൈവം, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം. എന്തിനാണെന്നറിയോ? പ്രഭുക്കന്മാരുടെ നടുവിൽ ഇരുത്തുന്ന ദൈവം. ഇന്ന് രാത്രി എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, പൊസിഷൻ ചേഞ്ച്. അത് ആത്മീയ മേഖലക്കകത്തിൽ, ഭൗതിക മേഖലക്ക്, എല്ലായിടത്തും പൊസിഷൻ ചേഞ്ച്. രാത്രി വിശ്വസിച്ച സിസ്റ്ററെ, പൊസിഷൻ ചേഞ്ച്, പൊസിഷൻ ചേഞ്ച്. ശുശ്രൂഷയിൽ ചില പൊസിഷൻ ചേഞ്ച്, ശുശ്രൂഷയിൽ ചില പൊസിഷൻ ചേഞ്ച്. യെസ്, ശുശ്രൂഷയിൽ ചില പൊസിഷൻ ചേഞ്ച്. ഇന്ന് രാത്രി കാലം കർത്താവിനോട് ശക്തമാണ്, ശുശ്രൂഷയിൽ ചില പൊസിഷനുകൾ ചേഞ്ച് ആകുന്നു. പൊസിഷൻ ചേഞ്ച്, പൊസിഷൻ ചേഞ്ച്. യെസ്. റീഖമന സിയാരകൾ കെട്ടി, പ്രവിടകന അടകത്തിയാരകൾ കെട്ടിയ ശുശ്രൂഷയിൽ ചില പൊസിഷനുകൾ ഈ രാത്രി ദൈവാത്മാവ് ചേഞ്ച് ചെയ്യുന്നു. പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു, പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. ചിലരുടെ പൊസിഷനുകളെ ഈ രാത്രി ദൈവാത്മാവ് ചേഞ്ച് ചെയ്യുന്നു. ഇന്ന് രാത്രി പറഞ്ഞു, ഈ 5-ാം മാസം എന്റെ പൊസിഷൻ ദൈവം ചേഞ്ച് ചെയ്യാൻ പോകുന്നു പറഞ്ഞു. സ്തോത്രം. ഞാൻ ഒരു ദൂതൂടെ ഇതിനോട് ചേർത്ത് പറയാം. സ്തോത്രം. ഏലിയാവിൽ നിന്ന് ഭയങ്കര ആഗ്രഹത്തോടും ദാഹത്തോടും പോയി ഏലിശ ഒരു പുതപ്പ് സ്വീകരിച്ചു. ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോ, പുതപ്പ് സ്വീകരിച്ചു. ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും ഈ മീറ്റിംഗ് ഇരിക്കുന്ന ഭയങ്കര ആഗ്രഹത്തോടും ദാഹത്തോടുവാ. പുതപ്പ് സ്വീകരിച്ചു. പുതപ്പുമായിട്ട് യോർദാന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. നിങ്ങൾ കേട്ടോണം, നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി പകരുന്ന നിയോഗങ്ങളെ മനസ്സിലാക്കി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം. സ്തോത്രം. യോർദാന്റെ മുമ്പിൽ പുതപ്പുമായിട്ട് വന്ന് നിൽക്കുക. സ്തോത്രം. എന്റെ സൂസൻ സിസ്റ്ററെ, യോർദാൻ പറയത്തില്ല, ഏലിസേ നിന്റെ ഇരിക്കുന്ന പുതപ്പുണ്ടല്ലോ സ്ട്രോങ്ങാ, അടിച്ചോ, ഞാൻ അങ്ങ് മാറി തന്നേക്കാം. പിടികിട്ടിയോ? അടിച്ചോ, ഞാൻ അങ്ങ് മാറി തന്നേക്കാം. നിങ്ങൾ ആരും ചിന്തിക്കരുത് കേട്ടോ. സ്തോത്രം. നിങ്ങളുടെ കയ്യിൽ വന്ന അധികാരത്തിന്റെ പുതപ്പിനെ നീ അടിക്കാൻ തയ്യാറാണെങ്കിലേ യോർദാൻ മാറത്തുള്ളൂ. അടിക്കാതെ പുതപ്പും കൊണ്ട് നീ കരയിൽ എത്ര നാൾ നിന്നാലും അവിടെ നിൽക്കത്തുള്ളൂ. പുതപ്പിന്റെ കുഴപ്പമല്ല, നിന്റെ മേൽ വീണ നിയോഗത്തെ നീ തിരിച്ചറിഞ്ഞ് യോർദാനെ അടിക്കണം. അല്ലേല് യോർദാൻ നിന്നെ നോക്കി ചിരിച്ചു കാണിക്കും. കാര്യം എന്താണെന്നറിയോ? എടാ മണ്ട, പുതപ്പുണ്ട്, ഇതൊന്ന് അടിച്ചാ മതി, അല്ലേല് ഞാൻ മാറാനേ ഉള്ളൂ. പക്ഷേ അല്ലേല് നീ അടിക്കരുത്, നീ അടിക്കാത്തിടത്തോളം ഞാൻ മാറത്തില്ല. പക്ഷെ ഇന്ന് രാത്രിക്കാലം നീ അടിക്കാൻ തയ്യാറായ നിയോഗത്തോടെ യേശു നാമത്തിൽ ഈ രാത്രി കർത്താവ് പറയുന്നു, നിന്റെ മേൽ വീണ നിയോഗം കൊണ്ട് നീ ചുമ്മാ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി അതാ യോർദാൻ മാറാത്തത്. ഈ രാത്രി നിയോഗത്തോടെ അടിക്കുക. യോർദാൻ മാറണമെങ്കിൽ അടിക്കണം.
ഇന്ന് രാത്രി പുതപ്പ് ഒത്തിരി പേരയിലുണ്ട്, പക്ഷേ അടിക്കാൻ പറ്റുന്നില്ല. പലർക്കും അടിക്കാൻ പറ്റുന്നില്ല. യോർദാൻ നിന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക. ഈ രാത്രി ദൈവാമ പറയുന്നു, നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടത് പ്രാപിച്ചത്? അടിക്കാനല്ലേ? എങ്കിൽ ഇന്ന് രാത്രി മീറ്റിംഗിന് നടുവിൽ ആത്മനിയോഗത്തോടെ നിന്നെ അപ്പുറത്തേക്ക് വിടാത്ത ചില യോർദാനുകളെ അടിക്കുന്നേ. സ്തോത്രം. എനിക്കറിയത്തില്ല, ഭയങ്കരമായിട്ട് ദൈവം ഇടപെടുന്നു. സ്തോത്രം. നീ ഏലിയാവിനെ പിന്തുടർന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഒത്തിരി ചോദ്യങ്ങൾ ഫേസ് ചെയ്തല്ലേ വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, യോർദാൻ അങ്ങോട്ട് പോകാൻ ഏലിയാവ് നിന്റെ മുമ്പിലുണ്ട്, അവന്റെ മേലുള്ള അഭിഷേകവും. പക്ഷെ നീ തിരിച്ചെങ്ങനെ ഇങ്ങോട്ട് വരും? ഇതല്ലേ ചോദ്യം. ഇത് നോക്കി ഒത്തിരി പേര്, നിന്റെ മടങ്ങി വരവ് നോക്കി ഒത്തിരി പേര് പുറത്ത് അവൻ വരുന്ന കാണട്ടെ നിൽക്കുമല്ലയോ. യോർദാൻ മാറത്തില്ല. പക്ഷെ നിന്റെ മേലുള്ള നിയോഗം തിരിച്ചറിഞ്ഞ് അടിക്കണം. നിന്റെ മേലുള്ള നിയോഗം തിരിച്ചറിഞ്ഞ് ദൈവം നിനക്ക് വേണ്ടി എന്താ ചെയ്തത്, നീ എന്താ പ്രാപിച്ചത്, ഇന്ന് രാത്രി ഇത് തിരിച്ചറിഞ്ഞ് നീ അടിക്കാൻ തയ്യാറാണെങ്കിൽ, യെസ്, സ്തോത്രം, ഹല്ലേലൂയ. യോസഫേ, ഫറവോൻ നിന്നോട് നീ അല്ലാതെ മറ്റാരാ ഇതിന് യോഗ്യൻ എന്ന് പറയും. അയ്യോ, ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഭയങ്കര സാധുവാണ്, ഞാൻ ഇവിടെങ്ങാണ് എന്തെങ്കിലും കൂലിപ്പണിയും ചെയ്ത് നിന്നോളാം. എടാ, നിന്റെ സ്വപ്നത്തിലേക്ക് ദൈവം നിന്നെ കണക്ട് ചെയ്തിരിക്കുക. ഇത് തിരിച്ചറിയണം. നീ ഇത് തിരിച്ചറിയണം. അവിടെ തിരിച്ചറിഞ്ഞാൽ, ഇന്ന് രാത്രി ദൈവം എന്നോട് ശക്തമായിട്ട് പറഞ്ഞു, തിരിച്ചറിഞ്ഞാൽ വീണ്ടും ഒരു വസ്ത്രമാറ്റം, വീണ്ടും ഒരു പൊസിഷൻ മാറ്റം. 5-ാം മാസം ദൈവം ശക്തമായിട്ട് പറയുന്നു, ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ള വസ്ത്രമല്ല, സ്തോത്രം, ഫറവോന്റെ അപ്പോയിന്റ്മെന്റ് വീണ് കഴിഞ്ഞപ്പോ സംഭവിച്ചത്. എത്ര പേർക്ക് ഇന്ന് രാത്രി പിടികിട്ടുന്നുണ്ട്? ഈ രാത്രി എന്നോട് ശക്തമായിട്ട് ദൈവം പറയുന്നു, 2 ചേഞ്ചുകൾ ചില ലൈഫിനകത്തിൽ ഇന്ന് രാത്രി കാലം സംഭവിക്കാൻ പോകുക. സ്തോത്രം. ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ഒരു തടവ് പുള്ളി എന്ന നിലവാരത്തിൽ നിന്ന് ഹല്ലേലൂയ ഫറവോനോട് ആലോചന പറയാൻ കൊണ്ടുവരുന്ന യോസഫിന്റെ പൊസിഷൻ അടുത്തത് ദൂത് പറഞ്ഞു കഴിയുമ്പോൾ അവൻ പോലും പ്രതീക്ഷിക്കാത്തതുപോലെ രാജകീയ ലെവലിൽ ദൈവം എന്താണോ കാണിച്ചത് ആ ലെവലുകളിലേക്ക് അവന്റെ പൊസിഷനുകളെ ദൈവം ചേഞ്ച് ചെയ്തതുപോലെ ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ചിലത് ഈ രാത്രി ചേഞ്ച് ചെയ്യുന്നു. വിശ്വസിച്ച് ആമേൻ പറയാൻ പറ്റുന്നവർ ഇന്ന് രാത്രി പറഞ്ഞു. കെട്ടി പ്രവിടകനാദികൾ കെട്ടി പ്രവിടകന ശാബലബറവൽ കെട്ടി പ്രവിടകതിയാരകസിയാരകൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പറ്റുന്നു. പ്രാർത്ഥിച്ചോ. നീ നിയോഗത്തോടെ ഏറ്റെടുക്കാൻ പറ്റുന്നവർ കൈവച്ച് ഏറ്റെടുത്തോ. എന്റെ പൊസിഷൻ ദൈവം മാറ്റാൻ പോകുക. സ്തോത്രം, ഹല്ലേലൂയ. ആരും ചിന്തിക്കാത്തതുപോലെ, ആരും വിചാരിക്കാത്തതുപോലെ, ഹല്ലേലൂയ, നിന്റെ വീട് മാറാൻ പോകും. ഈ രാത്രി വിശ്വസിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചോ. നീ ഇന്നലകളിൽ ഒത്തിരി യുദ്ധങ്ങളെ സഹിച്ച് നീ അപമാനിതനായി പലയിടത്തും നിന്നതാണെങ്കിൽ, സ്തോത്രം, നീ ഒരു തെറ്റും ചെയ്തതല്ല, വാഗ്ദത്തത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് നിന്നെ അനുഭവിച്ചു. വാഗ്ദത്തത്തിന്റെ പുറകിലാണ് നിന്നത്. ആ ബിജോയ് ജമ്മു സ്തോത്ര ആ ദൈവദാസനോടൊക്കെ ദൈവം ശക്തമായിട്ട് പറയുന്നു, വാഗ്ദത്തത്തിന്റെ പുറകിലാണ് നിന്നത്, അതുകൊണ്ട് ഒത്തിരി നിന്നെ അനുഭവിച്ചു. ഇന്ന് രാത്രി ദൈവം പറഞ്ഞു, നീ വിശ്വസിച്ചോ. പൊസിഷൻസിന് ചില വ്യത്യാസം ദൈവം വരുത്താൻ പോവുകയാണ്. ഈ രാത്രി പൊസിഷനുകൾക്ക് മാറ്റം ദൈവം വരുത്താൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം. ഒരു പരസ്യക്കോലമായ അടിമച്ചന്തയിൽ നിന്നപ്പോ, സ്തോത്രം, നിന്നെ ഒത്തിരി അനുഭവിച്ചു. യുദ്ധങ്ങളാ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയോ? യോസഫ് ഒന്നും ചെയ്തിട്ടല്ല, അവന്റെ പൊസിഷനെതിരെയുള്ള യുദ്ധമാ. ദൈവം അവനോട് പറഞ്ഞ വാഗ്ദത്തത്തിനെതിരെ കിടക്കുന്ന യുദ്ധമാ. ഇന്ന് രാത്രി നീ ഫേസ് ചെയ്യുന്ന യുദ്ധമുണ്ടല്ലോ, നിന്റെ വാഗ്ദത്തത്തിനെതിരെയാ. പക്ഷെ ഇന്ന് രാത്രി ആ യുദ്ധത്തെ ദൈവം നിർത്തൽ ചെയ്തിട്ട് നിന്റെ പൊസിഷനിലേക്ക് ദൈവം കൊണ്ട് കയറ്റാൻ പോവാ. നിന്റെ പൊസിഷനിലേക്ക് ദൈവം നിന്നെ കൊണ്ട് കയറ്റാൻ പോവുക. നിന്റെ പൊസിഷൻ എനിക്കറിയത്തില്ല, പരിശുദ്ധമന് ശക്തമായിട്ട് ചിലതിനെ ഇന്ന് രാത്രി നിങ്ങൾ ഈ ദൂത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിനകത്ത് ടെസ്റ്റ് മണി ഒഴുകും, നിന്റെ വസ്ത്രം മാറും. രണ്ടാമത് യോസഫിനെ ഫറവോന്റെ അപ്പോയിന്റ്മെന്റ് വന്നു കഴിയുമ്പോൾ പിന്നെയും പൊസിഷൻ മാറുകയാ. അവന്റെ പൊസിഷൻ മാറി. ഇപ്പോഴെന്താണെന്നറിയാമോ? ദൂത് പറയാൻ കൊണ്ടുവന്ന ആളല്ല,
ഇപ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിലെ രണ്ടാമൻ, ഹല്ലേലൂയ സ്തോത്രം, അവന്റെ പൊസിഷൻ മാറി, അവന്റെ ചെയർ മാറി. ഹല്ലേലൂയ, വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസിച്ചു. പൊസിഷൻ മാറി, ചെയർ മാറി. ഹല്ലേലൂയ സ്തോത്രം, താമസം മാറി, താമസം മാറി. ഹല്ലേലൂയ, അവന്റെ ഭക്ഷണം മാറി. യെസ്, മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് നിന്നെ പോഷിപ്പിക്കുന്ന ഭക്ഷണം മാറി. അവന്റെ സ്റ്റാറ്റസ് മാറി. സ്റ്റാറ്റസ് മാറുക എന്ന് പറഞ്ഞ മൊത്തം ജയിച്ചാവും. പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിച്ചോ. സോദരം സോദരം സോദരം, ഇന്നലെ വരെ ഹല്ലേലൂയ എവിടുന്ന് എന്തോ തിന്നോണ്ടിരുന്നറിയോ? കാരാഗ്രഹത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ പുറത്തുനിന്ന് ശത്രു പൂട്ടിയപ്പോ നിങ്ങൾക്ക് പിടികിട്ടിയോ? പുറത്തുനിന്നാ പൂട്ടിയത് മൊത്തം, പൂട്ട് വീണത് മൊത്തം പുറത്തുനിന്നാ. സ്തോത്രം. പക്ഷെ തുറക്കേണ്ടതും പുറത്തുനിന്നാ, തുറക്കേണ്ടതും പുറത്തുനിന്നാ. ഇന്ന് രാത്രി ഹല്ലേലൂയ ശൈല സിസ്റ്റർ വിശ്വസിച്ച പുറത്തുനിന്നാ തുറക്കേണ്ടത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. ബീന സിസ്റ്ററെ കാണാൻ ഒത്തിരി പേരുടെ ലൈഫിനകത്തിന് പുറത്തുനിന്ന് പൂട്ട് വീണ് കിടക്കുക. ഒത്തിരി മേഖല പുറത്തുനിന്ന് പൂട്ട് വീണ്, അകത്ത് കിടന്ന് അങ്ങ് ഉഴലുകയാണ്. പക്ഷെ ഈ രാത്രി ഒരു വചനം പറയാം, നിന്റെ ഉഴൽച്ചകളെ എണ്ണുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്റെ യുദ്ധങ്ങളെ നടത്താൻ പോവുക. അവൻ നിന്റെ യുദ്ധങ്ങളെ നടത്താൻ പോവുക. അവൻ നിന്റെ യുദ്ധങ്ങളെ നടത്താൻ പോവുക. അവൻ ഇന്ന് രാത്രി ഒരു സ്വസ്ഥത നിനക്ക് കൽപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം കൂടെ പറഞ്ഞ് സോദരം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. ഈ യുദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ യുദ്ധങ്ങൾ ഇല്ലാതിരുന്ന എന്ത് നടക്കുമെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. സോദരം ഒറ്റ വാക്യം ഞാൻ പെട്ടെന്ന് പറയാം. സോദരം, നമ്മൾ ദിനവൃത്താന്ത പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സോദരം, അവിടെ നമുക്ക് ആസ എന്ന് പറഞ്ഞ ഒരു രാജാവിനെ കുറിച്ച് കാണാം. ആ ആസയുടെ കാലഘട്ടത്തില് നിങ്ങൾ അതിന് 5 മുതൽ വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കാം. സോദരം, അവിടെ ഒരു പദം എഴുതിയിരിക്കുന്നു. അവൻ എല്ലാ യഹൂദ പട്ടണങ്ങളിലും പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു. രാജ്യം തന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു. അപ്പൊ യുദ്ധം വരുന്ന മേഖല നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. സ്തോത്രം. അതെല്ലാം നീക്കിക്കളഞ്ഞിട്ട് അടുത്ത പദം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, രാജ്യം തന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു. അടുത്ത പദം നിങ്ങൾ കേട്ടോ. സ്തോത്രം. യഹോവ അവന് വിശ്രാമം നൽകിയത് കൊണ്ട്, നിങ്ങൾ കേട്ടോ, യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവം. യഹോവ അവന് സ്വസ്ഥത നൽകിയ, വിശ്രാമം നൽകിയ. അടുത്തത്, അതുകൊണ്ട് സ്തോത്രം, നൽകിയ ദേശത്തിന് സ്വസ്ഥത ഉണ്ടാകിയാലും. കണ്ടോ, ഒരു രാജാവിന് സ്വസ്ഥത ഉണ്ടായപ്പോൾ ദേശത്തിന് സ്വസ്ഥതയുണ്ട്. ഈ ദൂത് നിങ്ങളോടുള്ള ബന്ധത്തിൽ സ്തോത്രം, നിനക്ക് സ്വസ്ഥതയുണ്ടായി, നിന്റെ വീടിന് സ്വസ്ഥതയുണ്ടാകും. സ്തോത്രം. കർത്താവിനുദാസ് ബീരസിസ്റ്റന് സ്വസ്ഥതയുണ്ടായാൽ തന്റെ മിനിസ്ട്രിയിൽ സ്വസ്ഥതയുണ്ടാകും, തന്റെ വീടിനകത്ത് സ്വസ്ഥതയുണ്ട്. ഇന്ന് രാത്രി നീ ദൂതനെ ഏറ്റെടുക്കുമ്പോൾ സ്വസ്ഥത വെളിപ്പെട്ട, നീയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാ മേഖലയിലേക്കും ആ സ്വസ്ഥത വെളിപ്പെടും. സ്തോത്രം. ആ സ്വസ്ഥത വെളിപ്പെട്ടപ്പോൾ അടുത്തത് അവിടെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധം ഇല്ലായകയാലും, നിങ്ങൾ ആ പദം കേട്ടോ, യുദ്ധമില്ലായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? അടുത്ത പദം എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവന് യുദ്ധമില്ല. അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു. എന്ത് സംഭവിച്ചു? ഉറപ്പുള്ള പട്ടണം. വല്ല പണി നടക്കണമെങ്കിൽ നിന്റെ വീടിനകത്തില്ല, വല്ല കാര്യം നടക്കണമെങ്കിൽ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നീ യുദ്ധത്തിന്റെ പുറകെ ഡെയിലി നടക്കും. മനസ്സിലായി? ഇന്ന് ആ വിഷയത്തിനകത്ത് യുദ്ധം, നാളെ ഈ വിഷയത്തിനകത്ത് യുദ്ധം, മറ്റൊന്ന് ആ വിഷയത്തിനകത്ത് യുദ്ധം. നമ്മുടെ വീട്ടിലെ കാര്യം നടക്കുമോ? ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന മലയാള ഭാഷയെ പറഞ്ഞുതരാം. ഇന്ന് തലമുറയുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നത്തെ ഉപവാസം തലമുറയുടെ രോഗത്തിന്, നാളത്തെ ഉപവാസം തലമുറ മടങ്ങി വരാൻ, മറ്റന്നാളത്തെ ഉപവാസം തലമുറയുടെ അടുത്ത വിഷയം. എന്നും യുദ്ധം. പക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചോണം, കർത്താവേ, യുദ്ധത്തെ നീ ഇന്ന് രാത്രി നിർത്തൽ ചെയ്ത് ഒരു സ്വസ്ഥത വരുമ്പോ തലമുറയെ സ്വസ്ഥതയും നിർത്തും. നീ തലമുറയുടെ രോഗം മാറാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് മഹത്വം കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, അവന്റെ ആരോഗ്യത്തിന് മേൽ ദൈവം അത്ഭുതം ചെയ്യും. അവന്റെ ജോലി ദൈവം തുറന്നു കൊടുക്കും. സ്തോത്രം. നിന്റെ കുടുംബത്തിനകത്ത് തുറക്കേണ്ടത് മുഴുവൻ ദൈവം തുറക്കും. നിന്നെ കൊണ്ട് ദൈവം പണിയിപ്പിക്കേണ്ട ചില പണികളെ ദൈവം നടത്താൻ പോകുക. ഇന്ന് രാത്രി ദൈവം ശക്തമായിട്ട് ചിലരോട് ഇടപെടുന്നു. ഹല്ലേലൂയ. ദൈവം നാളുകളായി മുടങ്ങിക്കിടക്കുന്ന ചില ജീവിതങ്ങളുടെ പണികള്, ചില കുടുംബത്തിന്റെ പണികള്, ചില ഭവനത്തിന്റെ പണികള്, ചില തലമുറയുടെ ഭാവിയുടെ വഴികള് ഇന്ന് രാത്രികാലം ദൈവം ചില യുദ്ധങ്ങളെ നിർത്തൽ ചെയ്ത് ഞാൻ ഈ ദൂത് പറയുമ്പോൾ കർത്താവിനോട് പറയുന്ന ഒരു ദൂത് ഭയങ്കരമായിട്ട് ദൈവം ഇടപെടുന്നു. യെരുശലേമിന്റെ മതിലുകളെ ഇടിഞ്ഞു കിടക്കുന്നത് നെഹമ്യാവ് കേട്ടപ്പോ അവൻ ദുഃഖിച്ചു ദൈവസന്നിധി ഉപവസിച്ചു. രാജാവ് പെർമിഷൻ കൊടുത്തു. അവൻ വന്ന് അവിടെ ഇടിഞ്ഞു കിടന്ന മതിലുകളെ
പണിതതുപോലെ. ഇന്ന് രാത്രി എന്നോട് ശക്തമായിട്ട് ദൈവം പറയുന്നു, ദൈവം ചിലത് അനുവദിച്ചാൽ നീ ചില ഇടിഞ്ഞു കിടക്കുന്ന പരസ്യ കോലമാക്കി നിന്റെ വീട്, എനിക്കറിയത്തില്ല, പരിശുദ്ധ ഭയങ്കരമായിട്ട് ഇടപെടുന്നു. ചില വീടുകളെ പരസ്യ കോലമാക്കി ശത്രുവിനെ കണ്ട് നിന്ദിക്കാൻ, ശത്രുവിനെ കണ്ട് നിന്ദിക്കാൻ വേണ്ടി, പരിശുദ്ധവന് ശക്തമായിട്ട് ഇടപെടുന്നല്ലോ. ശത്രുവിനെ കണ്ട് നിന്ദിക്കാൻ വേണ്ടി പരസ്യ കോലമാക്കി ശത്രു ഹല്ലേലൂയ തീ വെച്ച് ചുട്ട് ഇടിച്ചു കളഞ്ഞു കിടക്കുന്ന മതിലുകൾ, മറ്റുള്ളവരും ഈ പരസ്യ കോലമായി കിടക്കുന്ന മതിലുകളെ ഇന്ന് രാത്രി തിരിച്ചു പണിയുവാൻ നിന്റെ ഹൃദയത്തിൽ നാളുകളായ അതിനകത്തിൽ വേദനയാ. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിനക്കൊരു അനുവാദം ദൈവം തരാൻ പോവുക. സ്തോത്രം, സ്തോത്രം. അനുവാദം ലഭിച്ച നീ വന്നു പണിയാൻ തുടങ്ങിയാൽ ഏത് സൻബല്ലത്ത് എഴുന്നേറ്റാലും ഏത് തോബിയാവ് എഴുന്നേറ്റാലും പണിയെ തടയാൻ പറ്റത്തില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഇന്ന് രാത്രി ഹല്ലേലൂയ മുടങ്ങിക്കിടക്കുന്ന ചില പണികൾ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഈ രാത്രി പ്രാർത്ഥിക്കും. നിന്റെ മേലാം നിയോഗത്തെ വിടുകയാ. നിന്റെ മേലാം നിയോഗത്തെ, നിന്റെ കുടുംബത്തിന് മേലാം നിയോഗത്തെ. എനിക്കറിയത്തില്ല, പരിശുദ്ധവന് ശക്തമായിട്ട് പറയുന്നു, ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ, തകർന്നു കിടക്കുന്ന മതിലുകൾ ഇന്ന് രാത്രി നിന്റെ വീടിനകത്തിന് ശത്രുവിന് പരസ്യ കോലമാക്കുവാൻ തക്കണം ഇട്ടിരിക്കുന്ന വിഷയത്തെ ഈ രാത്രി കാലം ദൈവത്തിന്റെ ആത്മാവ് പണിത് നിനക്കൊരു സ്വസ്ഥത നൽകി ഇന്ന് രാത്രി നിനക്ക് ചുറ്റും വിശ്രാമം നൽകാൻ പോവുക. വിശ്വസിക്കാൻ പറ്റുന്നവർ ഞാൻ ഒരു പദം വായിച്ചു കേൾപ്പിക്കാം. യഹോവന് വിശ്രാമം നൽകിയത് കൊണ്ട് ദേശത്തിന് സ്വസ്ഥത ഉണ്ടാകിയാലും ആ സംവത്സരങ്ങൾ അവന് യുദ്ധം ഇല്ലായകയാലും അവൻ യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു. അവൻ യഹൂദരോട്, നാം ഈ പട്ടണങ്ങളെ പണിത് അവയ്ക്ക് ചുറ്റും മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും ഉണ്ടാക്കുക. നാം നമ്മുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കൊണ്ട് ദേശം നമുക്ക് സ്വാധീനമായിരിക്കുന്നുവല്ലോ. നാം അവനെ അന്വേഷിക്കുകയും അവൻ ചുറ്റും നമുക്ക് വിശ്രാമം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പണിതു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വെടിപ്പായി പണി തീർത്തു. സ്തോത്രം. ഇന്ന് രാത്രി ചിലതിനെ കൊണ്ടായി വരാൻ പോകും കേട്ടോ. അടുത്ത പദം കൂടി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആസയ്ക്ക് വൻ പരിചയം കുന്തവും എടുത്തവരായ 3,00,000 യഹൂദന്മാരും ചെറുപരിചയം എടുപ്പാനും വില്ലുകുലപ്പാനും പ്രാപ്തരായ 2,85,000 ബെന്യാമിനും ഉള്ളൊരു സൈന്യവും ഉണ്ടായിരുന്നു. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. എങ്ങനെ ഇതെല്ലാം ഉണ്ടായത്? സ്വസ്ഥത കിട്ടിയപ്പോ. എങ്ങനെ പണി നടന്നത്? സ്വസ്ഥത കിട്ടിയപ്പോ. സ്വസ്ഥത. ഇന്ന് രാത്രി സോദരൻ ഒരു പദം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യോസഫിനെ ദൈവം, മറക്കല്ലേ നിങ്ങൾ ദൂത്, യോസഫിന്റെ പൊസിഷനിൽ, വാഗ്ദത്തം ചെയ്ത പൊസിഷനിൽ എത്തിയപ്പോൾ ദേശത്തിനകത്തിൽ ക്ഷാമം തൊടുന്നില്ല. ദേശത്തിനകത്തിൽ ക്ഷാമം തൊടും. നീ പൊസിഷനിൽ വന്നാൽ, ഇന്ന് രാത്രി ദൂതേറ്റോട്, നീ പൊസിഷനിൽ വന്നാൽ ക്ഷാമങ്ങൾ പിന്നെ നിന്നെ തൊടത്തില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന പൊസിഷനിലേക്ക് എന്നെ കയറ്റി നിർത്ത്. ക്ഷാമം തൊടത്തില്ല. ദേശത്തിന് ക്ഷാമവും തൊടത്തില്ല. നാട്ടുകാർ മുഴുവൻ നിന്റെ മുമ്പിൽ വരും. സ്വോത്ര, നീ കണ്ട സ്വപ്നവും ദർശനവും നിന്റെ മേൽ സഫലീകരിക്കാൻ പോകുക. സ്വോത്ര, സഹോദരന്മാർ മുഴുവൻ ഹല്ലേലൂയ, എടാ നിന്റെ സ്വപ്നം എന്താവും എന്ന് ചോദിച്ചവർ മടങ്ങി അവന്റെ മുമ്പിൽ കാൽക്കൽ വന്ന് വീഴുകയാ. സ്വോത്ര, യോസഫ് പറയുന്ന ഒരു പദമുണ്ട്. സ്വോത്രം, പേടിക്കണ്ട. ദൈവം ഈ ഒരു കാലഘട്ടത്തിന് വേണ്ടി, ഒരു സീസൺ ചേഞ്ചിന് വേണ്ടി എന്നെ ഹല്ലേലൂയ നിങ്ങൾക്ക് മുമ്പേ ഇവിടെ അയച്ചു. ഇന്ന് രാത്രി ദൈവം ഈ ദൂത് നിന്നോട് കൈമാറുമ്പോൾ നീ മുഖാന്തരം നിന്റെ വീടിന് സീസൺ ചേഞ്ച്. ഈ രാത്രി ദൈവത്തോട് ആത്മാർത്ഥതയോടൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ ഇന്ന് രാത്രി എന്റെ ലൈഫിൽ ഒരു പൊസിഷൻ ചേഞ്ച്. നീ പൊസിഷനിലേക്ക് വന്നാൽ സ്വസ്ഥത വെളിപ്പെടും. സ്തോത്രം. നീ പൊസിഷനിലേക്ക് വന്നാൽ സ്വസ്ഥത വെളിപ്പെടും. നീ പൊസിഷനിലേക്ക് വന്നാൽ ചിലത് പണിയപ്പെടും. ഇന്ന് രാത്രി കർത്താവേ നീ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവ. ഇന്ന് രാത്രി എനിക്ക് വിരോധമായി രഹസ്യാറകൾ ശത്രു ഉണ്ടാക്കി ഇന്ന് രാത്രി അവന്റെ ആയുധങ്ങളെ എന്റെ കർത്താവ് കാൽവരി ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ചതാ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഏതൊക്കെയാണ് അവൻ തേച്ചു മിനുക്കി ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്, അത് അവന്റെ അമ്പുകളായിക്കോട്ടെ, ആ വില്ലുകളെ ഇന്ന് രാത്രി ഓടിച്ചു കളയും. കുന്തങ്ങളെ ദാവീദിന് വിരോധമായി ശൗൽ രാജാവ് ഇടക്കിടക്ക് കുന്തം പറയുമായിരുന്നു. പക്ഷെ ദൈവം അവനെ ഒഴിഞ്ഞു മാറി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ശൗലെ എന്താ കുന്തം അറിയാൻ കാര്യം എന്നറിയോ? ദൈവം ഒരു പൊസിഷൻ ദാവീദിന് കൊടുത്തിരിക്കുക.
പിശാചിനറിയാം ഇവൻ ഈ പൊസിഷനിൽ കയറിയിരിക്കാനുള്ളവനാണ്. പക്ഷെ അവിടുന്ന് എല്ലാം അവൻ ഒഴിഞ്ഞു മാറി. പക്ഷെ കുന്തമെറിഞ്ഞവനെ ദൈവം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ദാവീദിനെ ആ പൊസിഷനകത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന് ഇരുത്തി. ഇന്ന് രാത്രി കുന്തമെറിയവനും വില്ലുകുലച്ചവനും എല്ലാം ദൈവം അതിനെ മുഴുവൻ ഓടിച്ച് ദൂരെ കളഞ്ഞിട്ട് ഇസ്രായേൽ മക്കൾക്ക് വിരോധമായിട്ട് ഫറവോൻ രഥം പൂട്ടി വന്നിട്ട് അവനൊരു പദം പറഞ്ഞു കേട്ടോ. സ്തോത്രം. എന്തോന്നറിയാം? ഞാൻ പിന്തുടരും, ഞാൻ കൊള്ള പങ്കിടും, എന്റെ വാളിനാൽ എന്റെ ആശ സ്തോത്രം അവരാൽ തീർക്കും. ഇന്ന് രാത്രി നിന്നെ കണ്ടിട്ട് ശത്രു ചില ആശ തീർക്കാൻ നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞോ, ശത്രുവെ വെറുതെയാ. അവിടെ മോശ പറയുന്ന ഒരു പദമുണ്ട്, യുദ്ധം യഹോവ ചെയ്യും, മിണ്ടാതിരിപ്പ്. നിങ്ങൾ മിണ്ടാതിരിപ്പ്. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാണ്ടിരിക്കുന്ന രക്ഷ കണ്ടു. ഈ മാസം നിങ്ങൾ നിങ്ങളുടെ പൊസിഷനകത്തിലേക്ക് കയറിയുന്നു. മോശ എപ്പോഴാ ദൈവം ഇടപെടാൻ തുടങ്ങിയെന്നറിയില്ല. മോശയെ ദൈവം ഏൽപ്പിച്ച പൊസിഷൻ, ജനം പറഞ്ഞ വാക്ക് കേട്ടിട്ട് പുള്ളി നിരാശപ്പെട്ട് നിൽക്കില്ല. ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് മോശ പൊസിഷനിലേക്ക് വന്നിട്ട് പറഞ്ഞു, മിണ്ടാതിരിപ്പിന്, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാണ്ടിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണത്തില്ല. ആ യുദ്ധം അവിടെ ദൈവം സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അവിടെ ദൈവം വഴി തുറന്നു കൊടുത്തത്. അവര് ഭയപ്പെട്ട് ചെങ്കടലിന് അപ്പുറത്തോട്ട് പോകുമ്പോ തപ്പെടുത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം വഴി തുറന്നു കൊടുത്തു. കാര്യം എന്താണെന്നറിയോ? യുദ്ധത്തെ ദൈവം ഏറ്റെടുത്തിട്ട് ഫറവോനെ, അവന്റെ സൈന്യത്തെയും അവന്റെ രഥങ്ങളെ മുഴുവൻ ചെങ്കടലിനകത്ത് ദൈവം ഇല്ലാതാക്കി കളഞ്ഞിട്ട് തന്റെ ജനത്തെ വാഗ്ദത്തത്തിലേക്ക് ദൈവം നടത്തിയപ്പോൾ മിരിയാം തപ്പെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം കഴിഞ്ഞ ചില നാളുകളായി നീ ചില വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട ആശങ്കയെ നിൽക്കുവാണോ? ഇന്ന് രാത്രി ദൈവാത്മ പറഞ്ഞു, നീ പൊസിഷനിലേക്ക് കയറി വന്നോ. ദൈവം ചില പൊസിഷനിൽ നിന്നെ ഇരുത്താൻ പോവുക. സ്തോത്രം. നിന്റെ യുദ്ധങ്ങളെ ദൈവം ഏറ്റെടുക്കാൻ പോവുക. ഇന്ന് രാത്രി ദൈവം നിന്റെ യുദ്ധങ്ങളെ നിർത്താൻ പോവുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എത്ര ഇന്ന് രാത്രി പ്രാർത്ഥിക്കും, കർത്താവേ പൊസിഷൻ ചേഞ്ച് ഇന്ന് രാത്രി ചെയ്യാൻ പോവാൻ. പൊസിഷൻ ചേഞ്ച് യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ഒരു കരം നിങ്ങളുടെ മേൽ വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ ഇന്ന് രാത്രി എന്റെ സ്ഥിതി മൊത്തം ദൈവം മാറ്റാൻ പോവുക. ഇന്ന് ഞാൻ കിടക്കുന്ന സ്ഥിതിയിൽ അടുത്ത മിനിറ്റ് മുതൽ തുടരത്തില്ല. ദൈവം എന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഈ 5-ാം മാസം പ്രതീക്ഷയോടെ നിന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ ജനത്തെ ഇന്ന് രാത്രി അവരുടെ മേൽ കിടക്കുന്ന സകല യുദ്ധങ്ങളെയും ദൈവം ഇന്ന് രാത്രി നിർത്തൽ ചെയ്തിട്ട് കർത്താവെ പുതിയൊരു പൊസിഷൻ ചേഞ്ചിലേക്ക് നിന്റെ ജനത്തെ നീ കൊണ്ടിരുത്തുന്നതിനായി സ്തോത്രം. അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്തതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ 5-ാം മാസം പൊസിഷനുകൾ ഒത്തിരി പേരെ മാറും. നീ വിശ്വസിച്ചു. ഈ ദൂതനെ വിടരുത്. സ്തോത്രം. ഇന്ന് മുതൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവാത്മാവിനോട് ശക്തമായിട്ട് പറയുന്ന ഒരു പദം ഞാൻ പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നു മുതൽ ശക്തമായിട്ട് ഈ ദൂതനെ വിടാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ ചിലരുടെ ലൈഫിനകത്ത് സൂപ്പർ നാച്ചുറൽ വ്യത്യാസം ദൈവം ചെയ്യാൻ പോകുക. നീ സാക്ഷ്യം പറയാൻ പോകുക. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.